നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. സൈമൺ ബ്രിട്ടോ വിട പറഞ്ഞിരിക്കുന്നു എന്നതാണ് വലിയ വാർത്ത. പക്ഷെ അപ്പോഴും കേരളം സൈമൺ ബ്രിട്ടോയ്ക്ക് വലിയ ഉചിതമായ രീതിയിലുള്ള യാത്രയയപ്പ് നൽകാൻ വനിതാ മതിലിൻ്റെ പെൺ കേരളവും കൂടി അതിന് തയ്യാറെടുക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൈമൺ ബ്രിട്ടോയ്ക്ക് ആ വിപ്ലവ വീര്യത്തിന് വിട പറയേണ്ടി വരുമ്പോൾ അദ്ദേഹം ഉയർത്തി കാട്ടിയ ആ സന്ദേശം ഒരിക്കലും ചോരാത്ത വിപ്ലവ വീര്യം, കേരളത്തിൻ്റെ നവോത്ഥാന മൂല്യങ്ങളെ തിരിച്ചു പിടിക്കാനുള്ള വലിയ സമരത്തിൻ്റെ ആ മുദ്രാവാക്യം, സൈമൺ ബ്രിട്ടോ ആഗ്രഹിച്ച ആ പ്രവർത്തനം കേരളത്തിൽ നാളെ ഉണ്ടാകുന്നത് സൈമൺ ബ്രിട്ടോയ്ക്ക് കൂടി ഉള്ള ആദരവായി കാണേണ്ടി വരും എന്നാണ് പെൺ കേരളം ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. ആ ചർച്ച ഇപ്പോൾ ആ ഘട്ടത്തിലുള്ള വനിതാ മതിലിനെ കൂടി കാണേണ്ടി വരുമ്പോൾ എങ്ങനെയാണ് കേരളം ഈ വനിതാ മതിലിനെ ഇപ്പോൾ നോക്കിക്കാണുക എന്നത് ചർച്ചയാകേണ്ടി വരുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, CPM നേതാവ് അഡ്വക്കേറ്റ് A. റഹീം, BJP നേതാവ് ശ്രീ ശിവശങ്കരൻ എന്നിവർ. ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്ക്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, നവോത്ഥാന മതിൽ തീർക്കാൻ കേരളം നാളെ പുതുവത്സര ദിനത്തിൽ തയ്യാറാകുകയാണ്. ശക്തമായ മുദ്രാവാക്യങ്ങളുമായി പെൺ കേരളമാണ് നാളെ എത്തുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ സൈമൺ ബ്രിട്ടോയുടെ ഒരു വിടപറയൽ കൂടിയുള്ള പശ്ചാത്തലത്തിൽ ഒരു വലിയ ഒരു മുന്നേറ്റമായി തന്നെ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തോടുള്ള ആദരവ് കാണിക്കാൻ കൂടി കേരളം ഉണ്ടാകും എന്നത് വിളിച്ചറിയിക്കുകയാണ്. വനിതാ മതിൽ ആ അർത്ഥത്തിൽ കേരളത്തിന് അനിവാര്യമായൊരു ഘട്ടമല്ലേ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്? ആ കാര്യത്തിൽ നിങ്ങൾക്ക് മറ്റൊരു ബോധ്യം തിരുത്താറായോ? വനിതാ മതിലിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആദ്യം മുതൽ തന്നെ ആശങ്കയുണ്ട്. ആ ആശങ്ക ഇപ്പോഴും അതേപടി തുടരുകയാണ്. ലാല് പറഞ്ഞതുപോലെ വനിതാ മതിൽ ഈ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വനിതാ മതിൽ നവോത്ഥാന മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വനിതാ മതിൽ രൂപീകരിക്കുവാൻ ശ്രമിച്ചത്? അതിൻ്റെ ആശയം എന്തായിരുന്നു? അതിൻ്റെ ലക്ഷ്യം എന്താണ്? എന്താണ് നിങ്ങളുടെ മുദ്രാവാക്യം എന്നൊക്കെ നിരവധി തവണ നമ്മൾ ചോദിക്കുമ്പോഴും ഇതിനൊന്നും ഉത്തരം കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. വനിതാ മതിലിൻ്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച് അതിൻ്റെ സ്വാഗത സംഘം എടുത്തപ്പോൾ മുതൽ അതിനെ തുടർന്നുണ്ടായ ഓരോ നടപടിക്രമങ്ങളിലെയും വീഴ്ചകളെ സംബന്ധിച്ച് പൊതുസമൂഹത്തിന് ഒട്ടേറെ സംശയങ്ങൾ നിലനിൽക്കുകയാണ്. സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരു സർക്കാരും ഒക്കെ ചേർന്നുകൊണ്ട് ഇത്തരത്തിലൊരു വനിതാ മതിൽ സംഘടിപ്പിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും വിജയമാവും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല, ആർക്കും തർക്കമില്ല. ആ വനിതാ മതിൽ സംഘടിപ്പിക്കാൻ ആർക്കും കഴിയും, അത് ശരിയുമാണ്. പക്ഷേ അതിന് അടിസ്ഥാന കാരണമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും പരസ്പര വിരുദ്ധമായാണ് സർക്കാരും ഇതിൻ്റെ സംഘാടകരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് പകൽ പോലെ വ്യക്തമാണല്ലോ. ഇന്ന് നാളെ ഇത് നടക്കാനിരിക്കെ ഇന്ന് പോലും മുഖ്യമന്ത്രി സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിയെ തിരുത്തേണ്ടി വരുന്നു, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തിരുത്തേണ്ടി വരുന്നു. അപ്പോൾ പറയും ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് പറയുന്നു. പക്ഷേ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയും. എന്നാൽ പിന്നെ എന്താണ് വിഷയം എന്ന് ചോദിച്ചാൽ അത് ശബരിമലയാണെന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കാരണത്തെക്കുറിച്ച് ഇപ്പോഴും സർക്കാരിന് വ്യക്തമായ ഒരു വിശദീകരണം നൽകാൻ കഴിയുന്നില്ല. പക്ഷേ ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇപ്പോൾ ഇതൊരു സർക്കാർ പരിപാടിയാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല. സർക്കാർ പിന്തുണ നൽകുന്ന ഒരു മതിലാണ് ഇത്. ആ അർത്ഥത്തിൽ തന്നെ ഓരോ സംഘടനകൾക്കും, ഇതിൽ പങ്കാളികളാകുന്ന ഓരോ സംഘടനകൾക്കും അവരവരുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഇതിനെ നോക്കിക്കാണുമ്പോൾ വായിച്ചെടുക്കാൻ പറ്റുന്ന വ്യാഖ്യാനങ്ങൾ ഈ മതിലിനെ കുറിച്ചുണ്ടാകാം. പക്ഷെ അതിന്റെ ആകത്തുകയായി നവോത്ഥാന മൂല്യങ്ങളെ തിരിച്ചുപിടിക്കാൻ, കേരളം മത ഭ്രാന്താലയം ആകരുത് എന്ന മുദ്രാവാക്യം പ്രചരിപ്പിക്കാൻ, ഇതൊക്കെ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ. അതിനെ എതിർക്കേണ്ടതില്ലല്ലോ. സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയല്ല എന്ന് ലാല് മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ എൻ്റെ കൈവശം ഇരിക്കുന്ന ഈ സംസ്ഥാന സർക്കാർ അതിന് പിന്തുണ നൽകുന്നില്ല. എൻ്റെ കൈവശം ഇരിക്കുന്ന ഈ ഡോക്യുമെന്റ് തിരുവനന്തപുരം ജില്ലയിലെ ഇതിന്റെ സ്വാഗത സംഘവുമായി ബന്ധപ്പെട്ട് കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിന്റെ മിനിറ്റ്സ് ആണ്. അതിനകത്ത് പങ്കെടുത്തയാളാണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ. അതിനകത്ത് ഒരു വാചകം മാത്രം ഞാൻ വായിക്കാം. വനിതാ മതിൽ എന്ന സംസ്ഥാന സർക്കാരിന്റെ ആശയത്തിന് പൂർണ്ണ പിന്തുണ. അപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ഒരു ആശയം അത് നടപ്പിലാക്കുവാൻ സംസ്ഥാന സർക്കാർ തന്നെ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന സർക്കാർ തന്നെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്, ചീഫ് സെക്രട്ടറി തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ശ്രീ ജ്യോതികുമാർ, ഒരുപക്ഷെ താങ്കൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ മിനിറ്റ്സിനെ കുറിച്ച് എനിക്കറിയില്ല, ശ്രീ റഹീം പറയട്ടെ. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ തന്നെ, സംസ്ഥാന സർക്കാരിന് ഇങ്ങനെ ഒരു ആശയമുണ്ടെങ്കിൽ ആ ആശയത്തെ എതിർക്കേണ്ടതുണ്ടോ? അത് നടപ്പിലാക്കുന്നത് ഏതെങ്കിലും സംഘടനകളാണെങ്കിൽ അതിന് പിന്തുണ നൽകുന്നതിന് ഒരു സർക്കാരിന് എന്ത് നിയമപരമായും മറ്റ് തടസ്സങ്ങളുമാണ് ഉള്ളത്? ലാലെ,
വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അതിന് വളരെ കൃത്യമായ ഒരു മറുപടി. നിങ്ങളുടെ ഈ വനിതാ മതിൽ സംഘാടനത്തിന്റെ അടിസ്ഥാനപരമായ കാരണമെന്ത്? നവോത്ഥാന മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത്തരത്തിലൊരു മൂവ്മെന്റ് വനിതകളെ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തുവാനുണ്ടായ സാഹചര്യമെന്ത്? അതിന് മുഖ്യമന്ത്രി പറയുന്നു ശബരിമല വിഷയമാണെന്ന്. പക്ഷേ അതിന്റെ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ പറയുന്നു ശബരിമല വിഷയവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല എന്ന്. അപ്പോൾ അവിടെ തന്നെ പരസ്പര വിരുദ്ധമാണല്ലോ. ഇനി അങ്ങനെ അതൊരു വ്യക്തത വരാനാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകുന്നതിൽ എന്ത് വൈരുദ്ധ്യം? അതായത് മുഖ്യമന്ത്രി പറയുന്നു ഇത് ശബരിമലയുടെ പശ്ചാത്തലത്തിൽ അതിനുശേഷമുണ്ടായ സംഘർഷ സാഹചര്യങ്ങളിൽ അതിനെ തുടർന്ന് കേരളത്തിലുണ്ടായ മുദ്രാവാക്യങ്ങളിൽ ഈ പല ഘട്ടങ്ങളിലും ഇവിടെ നടത്തിയ സമരങ്ങളൊക്കെ കൈവിട്ടു പോയി സ്ത്രീകൾക്കെതിരായ മുദ്രാവാക്യങ്ങൾ വരെ കൊണ്ടുവരുന്ന ഒരു ഘട്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ ശബരിമലയാണ് നിമിത്തം, അതുകൊണ്ട് ആ ഘട്ടത്തിൽ ഇങ്ങനൊരു വനിതാ മതിൽ വരുന്നതിൽ തെറ്റില്ല എന്ന്. എന്നാൽ ഇത് ശബരിമലയിലെ വിധിയുമായി നേരിട്ട് ബന്ധപ്പെടുത്തേണ്ടതില്ല എന്ന് അതിൽ പങ്കെടുക്കുന്ന മറ്റു സംഘടനകൾ പറയുന്നുണ്ടെങ്കിൽ ഇതിൽ രണ്ടിൽ എന്താണ് പൊരുത്തക്കേട്? ശരി, വാദഗതിക്ക് വേണ്ടി ഞാൻ ലാലിന്റെ വാദഗതിക്ക് വേണ്ടി ഇത് അംഗീകരിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലൊരു സ്വാഗത സംഘം വിളിക്കുമ്പോൾ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഏതാനും പേരുടെ മാത്രം സ്വാഗത സംഘം വിളിച്ചാൽ മതിയായിരുന്നോ? അങ്ങനെയാണ് ശ്രീ ജ്യോതികുമാർ താങ്കൾ പറയണ്ട, ഞാൻ പറയാം. സ്വാഗത സംഘം ഏതിന്റേതാണ്? സ്വാഗത സംഘം സ്വാഗത സംഘം എന്തിനാണ്? ഹിന്ദു സംഘടനകളെ മാത്രം വിളിച്ച് സ്വാഗത സംഘം അങ്ങനെ ഒരു സ്വാഗത സംഘം ഇല്ലല്ലോ. വനിതാ മതിലിനായി ഒരു സ്വാഗത സംഘം ആര് വിളിച്ചുകൂട്ടി? ഞാൻ ചോദിക്കുന്നത് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്തിന്റെ ചെയർമാനാണ്? അത് പിന്നീടുണ്ടായ അങ്ങനെ പറഞ്ഞു പോയത് എല്ലാവരും മണ്ടരാക്കരുത്. വെള്ളാപ്പള്ളി നടേശൻ എന്തിന്റെയാണ് സ്വാഗത സംഘത്തിന്റെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത്? ഉണ്ടാക്കാനാണോ ആ യോഗം വിളിച്ചു? അങ്ങനെ പ്രകോപിപ്പിക്കരുത്. എന്നേക്കാൾ കൂടുതൽ പ്രകോപിതനാകാതിരിക്കും. ഞാൻ കാര്യങ്ങളാണ് പറയുന്നത്. അല്ല ഞാൻ തീർത്തു തരാം. എല്ലാ സംശയവും ലാൻഡ് തീർത്തു തരാം. ഞാൻ ആങ്കറായിട്ടിരിക്കുക. എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി. തീർന്നല്ലോ പ്രശ്നം. ഇവിടെ എന്താ നമ്മുടെ മുമ്പിലുള്ള വിഷയം? ഇവിടെ വനിതാ മതിലിന്റെ സ്വാഗത സംഘം എടുത്തിരിക്കുന്നത് ചെയർമാനായിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. അപ്പോൾ അവിടെ വിളിച്ചു ചേർത്തത് ഹൈന്ദവ സംഘടനകളെ മാത്രമാണ്. നിങ്ങൾ അതിന്റെ പേരിൽ ഒരു വനിതാ മതിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ മറ്റു സമുദായ സംഘടനകൾക്ക് എപ്പോഴെങ്കിലും ഒരു നോട്ടീസെങ്കിലും നൽകിയിട്ടുണ്ടോ? ഇല്ലല്ലോ, ഒരു ഘട്ടത്തിൽ പോലും കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത് നവോത്ഥാന മൂല്യമാകുന്നത്? അവിടെയാണ് ഞങ്ങൾ പറയുന്നത് ഇത് വർഗീയ മതിലാണ്. ഇത്തരത്തിൽ വർഗീയ മതിൽ ഉണ്ടാക്കുമ്പോൾ സംസ്ഥാനത്ത് വർഗീയ രാഷ്ട്രീയത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിങ്ങളുടെ മുഖ്യമന്ത്രി മാറുന്നു. അവിടെയാണ് പ്രശ്നം. ഇവിടെ സംസ്ഥാനത്ത് വർഗീയമായ രാഷ്ട്രീയ തിരിവുണ്ടാക്കി, സംഘടനാപരമായ ചേരിതിരിവുണ്ടാക്കി, ഇതായിട്ടുള്ള ചെറിയ കമ്പാർട്ട്മെന്റ്സ് ആക്കി അവിടെ വർഗീയമായ മുതലെടുപ്പിന് ശ്രമിക്കുന്ന ഒരു വർഗീയതയുടെ ബ്രാൻഡ് അംബാസിഡറായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറുന്നു. അങ്ങനെ പറയുന്നതിന് എന്താ തെറ്റ്? ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിലും ഇന്ന് നടന്ന പത്രസമ്മേളനത്തിലും ഇപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് തോന്നുന്നത്, നിങ്ങൾക്ക് ഈ മുഖ്യമന്ത്രിയോട് രാഷ്ട്രീയമായി വിരോധമുണ്ട്, പിണറായി വിജയൻ എന്ന നേതാവിനെ നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഈ കാര്യങ്ങളെ വളച്ചുകെട്ടി കണക്ട് ചെയ്ത് പിണറായി വിജയൻ എന്ന നേതാവിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നു എന്നതിനപ്പുറം ഈ വനിതാ മതിൽ ഏതെങ്കിലും തരത്തിൽ വർഗീയത പ്രചരിപ്പിക്കുന്നുണ്ടോ? അതിലെവിടെയാണ് താങ്കൾ നേരത്തെ ഒരു നോട്ടീസ് ചോദിച്ചല്ലോ എന്നോട്, ഏത് നോട്ടീസിലാണ് ഈ വർഗീയതയെ പ്രചരിപ്പിക്കുന്ന ഒരു സന്ദേശമുള്ളത്? താങ്കൾക്ക് അത് ചൂണ്ടിക്കാട്ടാമോ? ഞാൻ ഒരു കാര്യം, ഇതിന്റെ മറുപടി പറയേണ്ടത് ശ്രീ VS അച്യുതാനന്ദനാണ്. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാനൊന്ന് വായിക്കാം. ജാതി സംഘടനകളെ കൂടെ നിർത്തിയുള്ള വർഗ സമരം കമ്മ്യൂണിസ്റ്റ് പദ്ധതിയല്ല എന്ന് പറഞ്ഞത് ശ്രീ VS അച്യുതാനന്ദനാണ്. സവർണ മേധാവിത്വത്തിന്റെ കാവിക്കൊടി ഉയർത്താനായി ജാതി സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുകയും കൂടെ നിർത്തുകയും ചെയ്യുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ പദ്ധതി പാർട്ടിക്ക് ചെയ്യാനാവില്ല പറഞ്ഞത് ശ്രീ VS അച്യുതാനന്ദനാണ്. ഹിന്ദുത്വവാദികളുടെ ആചാരങ്ങളും ആഘോഷങ്ങളും അതേപടി പകർത്തുന്നതല്ല വർഗ സമരത്തിന്റെ നീതിശാസ്ത്രം, ഇത് പറഞ്ഞത് VS അച്യുതാനന്ദനാണ്. ഇതിനൊക്കെ അപ്പുറമായി അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിക്ക് പരാതി കൊടുത്തില്ല അല്ലേ? എന്ത് പറഞ്ഞിട്ടാണ്? ഇത്തരത്തിൽ വർഗീയ കക്ഷികളുമായി ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ നവോത്ഥാന മൂവ്മെന്റ് എന്ന പേര്. അതിന് മറുപടിയും ശ്രീ റഹീം പറയട്ടെ. പക്ഷെ അതിന് മുമ്പ് എന്റെ ചോദ്യം ശ്രീ ജ്യോതികുമാർ ചാമക്കല, ഇപ്പൊ ഇത്രയും നേരം ഞാൻ ചോദിച്ച സംശയങ്ങൾക്ക് താങ്കൾക്ക് അതൊക്കെ സമ്മതിച്ചു തരാൻ വാദത്തിന് വേണ്ടി എന്ന് പറഞ്ഞു. ഏറ്റവും അവസാനം വന്നു നിൽക്കുന്നത് VS അച്യുതാനന്ദൻ ഇങ്ങനെ ഒരു പരാതി കൊടുത്തു എന്ന ഒരു അഭിപ്രായത്തിലാണ്. അതുകൊണ്ടാണോ UDF VSനോട് ചേർന്ന് നിന്നാണോ നിങ്ങൾ ഇതിനെ ഈ വനിതാ മതിലിനെ ഇപ്പോൾ എതിർക്കുന്നത്? അത് ഒരു വാദത്തിന് വേണ്ടി ഞാനും സമ്മതിച്ചു തരികയാണെങ്കിൽ. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങ് ഇങ്ങനെ ബാലിശമായി ചോദിക്കരുത്. ഞങ്ങൾ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നുള്ളതല്ല ഞാൻ ചോദിച്ചത്. ഞങ്ങൾ മാത്രമല്ല ലാലെ എതിർക്കുന്നത്. CPMലെ ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ മുഖ്യ പാർട്ടിയുടെ ജീവിച്ചിരിക്കുന്ന തലമുതിർന്ന നേതാവ് പോലും ഇതിനെതിരാണ്. അദ്ദേഹത്തിനെ പോലും നിങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല. ശ്രീ പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല. സഹപ്രവർത്തകരെ വിശ്വാസത്തിലെടുക്കാൻ കഴിയാതെ ഒരു മുഖ്യമന്ത്രിയുടെ ദുർവാശിക്ക് വഴങ്ങി. ജ്യോതികുമാർ അതും വാദത്തിന് വേണ്ടി സമ്മതിച്ചു തന്നാൽ ഒരു
സംഭവം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒരേപോലെ സംസാരിക്കണമെന്ന് നമ്മൾ വാദിക്കേണ്ടതില്ലല്ലോ. നിങ്ങളുടെ തന്നെ പാർട്ടിയിലും നിങ്ങളുടെ തന്നെ സർക്കാർ ഉണ്ടായിരുന്ന സമയത്തും ഒക്കെ എത്ര പേർ മാറി മാറി പറഞ്ഞിട്ടുണ്ട്. അവസാനം പൊതുജനങ്ങൾ ചോദിച്ചപ്പോഴും ഈ അഭിപ്രായങ്ങൾ അവിടെ നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ പാർട്ടി തിരുത്തി പോവുകയും ആ കാര്യത്തിൽ വിശദീകരണം ചോദിച്ച് അഭിപ്രായങ്ങൾ പറയുകയും പിന്നീട് മാധ്യമങ്ങളോട് ഇവരൊക്കെ പ്രതികരിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലൊരു അബറേഷൻ കാണുന്നുണ്ടെങ്കിൽ ഇതാ അവരെല്ലാവരും തമ്മിൽ തെറ്റിപ്പിരിച്ചിരിക്കുന്നു, ഇതിൽ വിരുദ്ധതയുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയമായി കാണാം. പക്ഷെ അതിനപ്പുറം ഒരു തെളിവുണ്ടോ ഈ കാര്യത്തിൽ? ഇവരെല്ലാവരും വർഗീയമായി ഒരു മതിലിനെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന്. ശ്രീ വി എസ് അച്യുതാനന്ദന്റെ സംശയങ്ങൾക്ക് പാർട്ടി എവിടെയാണ് മറുപടി കൊടുത്തിട്ടുള്ളത്? ഞങ്ങളെ മാറ്റി നിർത്തുന്നു നിങ്ങൾ, ഞങ്ങൾ പ്രതിപക്ഷമാണ്, ഞങ്ങൾ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നവരാണ്, ഒക്കെ ആയിക്കോട്ടെ, അങ്ങേക്കും വേണ്ടി വാദത്തിന് വേണ്ടി ഞാൻ സമ്മതിച്ചിരുന്നു. പക്ഷേ ശ്രീ വി എസ് അച്യുതാനന്ദനെ നിങ്ങൾ എങ്ങനെയാണ് കൺവിൻസ് ചെയ്തിട്ടുള്ളത്? എവിടെയാണ് കൺവിൻസ് ചെയ്തിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ വാദഗതികളെ മുന്നേയൊടിക്കുന്ന രീതിയിൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെയോ കേന്ദ്ര കമ്മിറ്റിയുടെയോ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെയോ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങേക്ക് കാണിക്കാൻ കഴിയുമോ? കഴിയില്ല. അപ്പോൾ ആ വിഷയങ്ങളിൽ നിങ്ങളുടെ ഈ പറയുന്ന CPM എന്ന് പറയുന്ന പാർട്ടി ഈ വിഷയങ്ങളിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ പറയും, നയപരമായും പ്രത്യയശാസ്ത്രപരമായും ഒക്കെയുള്ള ഞങ്ങളുടെ തീരുമാനങ്ങൾ എന്ന് എപ്പോഴും വാദോരാതെ സംസാരിക്കുന്ന ഈ പാർട്ടിക്ക് ഇത്തരത്തിൽ നയപരമായ പ്രത്യയശാസ്ത്രപരമായ ഒരു വാദഗതി മുന്നോട്ട് വെച്ച ശ്രീ വി എസ് അച്യുതാനന്ദന്റെ വാദഗതികളെ ഖണ്ഡിക്കുവാൻ ഒരു ഘട്ടത്തിൽ പോലും കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ഞങ്ങളെ പഠിപ്പിക്കൂ, ഞങ്ങൾക്ക് മനസ്സിലാവും. രണ്ട്, ഞാനിതിനകത്ത് പഠിപ്പിക്കാനില്ല. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഞാൻ കഴിഞ്ഞ 10 മിനിറ്റായി 12 മിനിറ്റായി ഞാൻ താങ്കളോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നു നിൽക്കുന്നത് ശ്രീ വി എസ് അച്യുതാനന്ദൻ ഈ കാര്യത്തിൽ കൺവിൻസ്ഡ് അല്ല, അതുകൊണ്ട് നിങ്ങൾ കൺവിൻസ്ഡ് വരേണ്ടതുണ്ട്. റഹീമിനോട് കുറെ ചോദ്യങ്ങൾ ജ്യോതികുമാർ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഒരുപക്ഷെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി കേൾക്കുന്നതാണല്ലോ നല്ലത്. അതിനുവേണ്ടി മറ്റു ചോദ്യങ്ങൾ കൂടി എടുക്കാൻ ശ്രീ ശിവശങ്കറിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് ഈ ഘട്ടത്തിൽ. ശ്രീ ശിവശങ്കരൻ, നാളെ വനിതാ മതിലാണ്, പെൺ കേരളം കേരളത്തിൽ പ്രതികരിക്കുന്നു. അതിന് ഇടതുപക്ഷത്തിന്റെ വലിയ പിന്തുണയുണ്ട്, കേരളത്തിലെ സർക്കാരിന്റെ പിന്തുണയുണ്ട്. ഇടതുപക്ഷത്തെ പല സംഘടനകളുമാണ് അതിനെ സംഘടിപ്പിക്കുന്നത്. പെൺ കേരളം ഈ രീതിയിൽ മതഭ്രാന്താലയത്തിനെതിരായി അല്ലെങ്കിൽ നവോത്ഥാന മൂല്യങ്ങളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശബരിമല വിധി വന്നതിന് ശേഷം കേരളത്തിൽ കണ്ട വല്ലാത്ത കാഴ്ചകൾക്കെതിരായി പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും കേരളത്തിന്റെ നിരത്തുകളിൽ അണിനിരക്കുമ്പോൾ ഇപ്പോൾ UDF എടുത്തിരിക്കുന്ന നിലപാട് കൊണ്ടാണോ നിങ്ങൾ അതിനെ എതിർക്കുന്നത്? നിങ്ങൾ എതിർക്കുന്നുണ്ടോ ശരിക്കും? അല്ലെ, ഇതിൽ രാഷ്ട്രീയ വൈര്യം മറന്നുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ജ്യോതികുമാർ വളരെ നല്ല ഭാഷയിൽ അദ്ദേഹം രാഷ്ട്രീയമായി ഈ മതിലിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. ആ ചോദ്യങ്ങളും അച്യുതാനന്ദനെ അടക്കമുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലെ തന്നെ ആളുകളുടെ അല്ലെങ്കിൽ അവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ സംശയങ്ങൾ, ആ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഇത് ഈ നവോത്ഥാന മതിലെന്ന് പറയുമ്പോൾ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഒന്ന്. രണ്ട്, ഈ നവോത്ഥാന മതിലിനെക്കുറിച്ച് ഇന്ന് ഈ CPM-ൻ്റേതടക്കമുള്ള ഇടതുപക്ഷ ബുദ്ധിജീവികൾ നിരന്തരം പറഞ്ഞുകൊണ്ടുവരുന്ന 3-4 കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, നങ്ങേലിയുടെ ചരിത്രം. രണ്ട്, ഇത് ശബരിമല തന്നെ ബുദ്ധക്ഷേത്രമാണെന്നുള്ള ചരിത്രം. മറ്റൊന്ന്, ഇവിടെ സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് ഇന്ന് മാതൃഭൂമിയിൽ അദ്ദേഹം എഴുതിയ ലേഖനം പറയുന്നത് സ്ത്രീ അശുദ്ധയാണെന്ന് പ്രഖ്യാപുന്ന തരത്തിലുള്ള പ്രവർത്തനം. ഇതെല്ലാമാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ജ്യോതികുമാർ പറഞ്ഞതുപോലെ ഇവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് നവോത്ഥാനത്തിൽ നിന്ന് എന്തുകൊണ്ട് ഈ CPM-ഉം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരും എന്തുകൊണ്ട് അവരെ അകറ്റി നിർത്തി എന്നുള്ള ചോദ്യം. ഇതാണ് ഈ നവോത്ഥാന മതിൽ എന്ന യഥാർത്ഥത്തിലുള്ള ഒരു അനാഥ മതിലിനെ കുറിച്ച് സാധാരണ ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്താ? CPM ഇന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം നേരിടുന്നു. പ്രളയാനന്തര കേരളത്തെ ഭയപ്പെടുന്നു യഥാർത്ഥത്തിൽ ഈ മുഖ്യമന്ത്രി. അതിൽ നിന്നും ശ്രദ്ധ തിരിക്കുവാൻ ഈ ഗവർണർ തന്നെ പറഞ്ഞില്ലേ, പ്രളയാനന്തരം ഇത്രയേറെ പണം കെട്ടിക്കിടക്കുന്നു, പക്ഷേ അതിൻ്റെ 10% പോലും പ്രവർത്തനം ഈ സംസ്ഥാന സർക്കാർ നടത്താറില്ല. അപ്പോൾ അത്തരത്തിൽ ഭരണപരമായി തികച്ചും പരാജയപ്പെട്ട അതിനെ ശ്രദ്ധ തിരിക്കുവാൻ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പ്രളയത്തെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്നു. കേരളത്തിലെ മറ്റു പല പ്രശ്നങ്ങളും അവിടെ കിടക്കുമ്പോൾ വനിതാ മതിലുമായി എത്തുന്നു എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നു. നിങ്ങളും ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണല്ലോ. നിങ്ങളും ഇതൊക്കെ മറന്നുകൊണ്ടാണ്
കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രശ്നങ്ങളെയൊക്കെ മറന്നുകൊണ്ടാണ് ശബരിമല വിഷയത്തിൽ കേരളത്തിൽ വല്ലാത്ത അക്രമങ്ങൾ അഴിച്ചുവിട്ടത്. ഹർത്താലുകൾ പോലും 5-ൽ കൂടുതൽ തവണ പ്രഖ്യാപിച്ചത്. ഇതൊക്കെ ശബരിമലയിലും കൊണ്ടുവന്ന് നിർത്തിയത്. രാഷ്ട്രീയമായി ശബരിമലയെ കാണുന്ന ഘട്ടമൊക്കെ ഉണ്ടായത്. അപ്പോൾ നിങ്ങൾക്കും നേരെ ഈ ചോദ്യങ്ങൾ ഉണ്ടല്ലോ, പലതും കാണാതെ നിങ്ങളുടെ ഇന്ത്യ ഭരിക്കുന്ന സർക്കാരും എവിടെയൊക്കെ പോയി നിൽക്കുന്നു എന്ന്. അവർ വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് കേരളത്തിലെ ഈ പ്രശ്നങ്ങൾ, സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ച പല കാര്യങ്ങളിലും ഉത്തരം കണ്ടെത്താനാകുമായിരുന്നല്ലോ. അങ്ങനെ അവസരം കിട്ടിയിട്ടും കളഞ്ഞ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കാൻ അർഹരാണോ? അല്ല, കേന്ദ്ര സർക്കാർ നടത്തി വരുന്ന ഭരണപരിഷ്കാരങ്ങളും അതിനേക്കുള്ള ചർച്ചയും നമ്മൾ നിരന്തരം ചെയ്തിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് അറിയാം. ഞാൻ ഒരു വാചകം മാത്രമേ പറഞ്ഞുള്ളൂ. എന്നാൽ ഇന്ന് ഞാൻ ഈ ചർച്ചയിലേക്ക് തന്നെ നടക്കാം. ജ്യോതികുമാർ പറഞ്ഞ രാഷ്ട്രീയേതര കാരണങ്ങൾ മാത്രമാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. കാരണം റിപ്പീറ്റേഷൻ ഞാൻ വരുന്നില്ല. അപ്പോൾ ഈ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് സ്ത്രീ അശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ നവോത്ഥാന മതിൽ വരുന്നു എന്നാണ് മുഖ്യമന്ത്രി തൻ്റെ ഈ ലേഖനത്തിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞാൻ ജ്യോതികുമാർ പറഞ്ഞ ഒരു കാര്യത്തിൽ കൂടെ കിടക്കട്ടെ. ന്യൂനപക്ഷങ്ങളെ ഇവർ പൂർണ്ണമായും ഒരു വരുതിയിലെടുക്കുന്നില്ല, അവരെ കാര്യമായി സ്പർശിക്കുന്നു പോലുമില്ല. ന്യൂനപക്ഷങ്ങൾക്ക് ഒരു കത്ത് കൊടുത്തിട്ടില്ല എന്ന് ജ്യോതികുമാർ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ ഇവിടെ എന്താ പറയുന്നത്, ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നവോത്ഥാനം എന്നൊരു വാചകമുണ്ട്. അത് ഏതാ പറയുന്നത്? വൈക്കത്തെ മുക്തി തങ്ങളെയും വൈക്കം മുഹമ്മദ് മൗലവി തങ്ങളെയും മാത്രം പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് അവിടെ ചേകന്നൂർ മൗലവിയുടെ കാര്യം പറഞ്ഞില്ല? നമുക്കൊന്നും അറിയില്ല. എനിക്കൊന്ന് റഹീമിന് അറിയുമെന്ന് അറിയൂടാ. അവിടെ ഒരു എബ്രഹാം മാൽപ്പാന എന്ന് പറഞ്ഞ ഒരു സിറിയൻ കാത്തലിക് പറയുന്നു. ഞാൻ അപ്പോൾ കേരളത്തിൽ വർഗീയമായി ന്യൂനപക്ഷങ്ങളെ കുറെ പേരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൽ ചില സമുദായങ്ങളെ അല്ലെങ്കിൽ ചില മൗലവിമാരെ വിട്ടുപോയി എന്നൊക്കെ ഇവിടെ എടുത്തു കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെതിരെയുള്ള മതിലാണെന്നാണ് റഹീം പറയാൻ ശ്രമിക്കുന്നത്. എന്നോടാണോ? ശ്രീ ശിവശങ്കരനോട്. എന്നോടാണോ ചോദ്യം? ഒന്ന് എക്കോ വരുന്നുണ്ട്, ഒന്ന് കറക്റ്റ് ചെയ്തേക്കണത് ഓഡിയോ വിഭാഗം. ഞാൻ പറയുന്നത് ഇത്തരത്തിൽ ഇവിടെ കോൺഗ്രസും BJPയും നിരന്തരം ഈ ആശയം മുന്നോട്ട് വെച്ചപ്പോൾ ഇത് ന്യൂനപക്ഷ വിരുദ്ധമായ മതിലാണ്, ഇത് ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് കോൺഗ്രസ് പറഞ്ഞപ്പോൾ അത്തരത്തിലുള്ള ഒരു നിലപാടിനെ ചെറുക്കുവാൻ വേണ്ടിയിട്ട് അവസാന നിമിഷം മുഖ്യമന്ത്രി കണ്ടെത്തിയ 3-4 പേരുകളാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് തന്നെ ആത്മാർത്ഥതയില്ല. മുഖ്യമന്ത്രി തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനത് ഭരണ സംവിധാനം മാത്രം പറയുന്നില്ല. ഇവിടെ ഒരു മുലക്കരം എന്നുള്ള ഒരു പ്രശ്നം മുന്നിൽ വരുത്തിക്കൊണ്ട് 2000-ൽ മാത്രം ഏതോ ഒരു കപട ബുദ്ധിജീവി കൊണ്ടുവന്ന ഒരു വർഗീയ ഭ്രാന്തിനെ അതിനെ മുൻനിർത്തിക്കൊണ്ട് ഈ നവോത്ഥാന മതിലിന് ഒരു ആശയപരമായ അടിത്തറ നൽകുവാൻ CPM-ന്റെ ബുദ്ധിജീവികൾ ശ്രമിച്ചു. അതിലവർ പരാജയപ്പെട്ടു. നേരത്തെ സുനിൽ പി ഇളയടക്കമുള്ള ആളുകൾ ഈ ശബരിമല ഒരു ബുദ്ധ വിഹാര കേന്ദ്രമാണ്, ഒരുപാട് മറ്റു ക്ഷേത്രങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിനെയും തകിടം പറഞ്ഞപ്പോൾ, അതിനെയും പിടിച്ചേക്കാൻ പറ്റാത്തപ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പ് പരിപാടികളെ ചേർന്നുകൊണ്ട് ഇതിന് ഒരു നവോത്ഥാന മതിലിന് ഒരു ആഭ്യന്തര കലാപത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കുവാൻ അല്ലെങ്കിൽ CPM നിന്ന് രക്ഷിക്കുവാനായിട്ടുള്ള ഒരു ശ്രമം മാത്രമാണ്. ഇതിന് നവോത്ഥാനമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിനാകെ ബന്ധമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CPM-ഉം സംസ്ഥാന സർക്കാരും ഇന്ന് നേരിടുന്ന ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചുവാടുവാനുള്ള ഒരു മതിൽ മാത്രമാണ്. അല്ലാണ്ട് ഇതിന് നവോത്ഥാനം. ശ്രീ A. റഹീം, ഇപ്പോൾ ശ്രീ ജ്യോതികുമാർ ചാമക്കാലയും ശ്രീ ശിവശങ്കരനും ഒരുപോലെ അറിയാനുള്ളത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് വീണ്ടും ഒരു പരസ്യം നൽകാനുള്ള അവസരം എന്നുള്ള നിലയ്ക്ക് ഒരു ചോദ്യം തന്നെയാണ്. അതായത് എന്തിനാണ് ഈ നവോത്ഥാന മതിൽ, ഈ വനിതാ മതിൽ എന്നതാണ്. അത് ഒന്നുകൂടി ചുരുക്കി വിശദീകരിച്ചാൽ കൃത്യമായി മറ്റു ചോദ്യങ്ങളിലേക്ക് കൂടി ഞാൻ താങ്കളെ സഹായിക്കാം. ആദ്യമേ തന്നെ അനുസരണായ പോരാളി സഖാവ് സൈമൺ ബ്രിട്ടോയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ രക്തപുഷ്പങ്ങൾ അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്താൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറയുന്നത് അവസാന ഭാഗം മാത്രമാണ് കേട്ട് ഞാൻ കയറി വരുന്നത്. ശ്രീ ശിവശങ്കർ കൂടെ പറഞ്ഞതല്ല ഞാൻ കേട്ടു. ഈ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ, വനിതാ മതിലിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ശ്രീ ജ്യോതികുമാർ പറഞ്ഞുവെന്ന് ശ്രീ ശിവശങ്കർ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ എത്ര നല്ല ഐക്യമാണ്. ശ്രീ ശിവശങ്കർ പറയാൻ ബാക്കി കരുതി വെച്ചിരുന്നതെല്ലാം ശ്രീ ജ്യോതി പറയുന്നു, ജ്യോതി പറയുന്നതിൻ്റെ ബാക്കിയെല്ലാം ശ്രീ ശിവശങ്കർ പറയുന്നു. എത്രമേൽ ബന്ധമാണ്, ആത്മബന്ധമാണ് ഇവർ തമ്മിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കേരളത്തിൻ്റെ രാഷ്ട്രീയം
നന്നായി ശ്രവിക്കുന്ന കാണുന്ന എല്ലാവരും ഇത് കാണണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ വരുന്ന പ്രശ്നം ശബരിമലയെ മുൻനിർത്തി കേരളത്തെ വിഘടിപ്പിക്കാനൊരു ശ്രമം നടക്കുന്നു, കേരളത്തെ ഭ്രാന്താലയമാക്കാനൊരു ശ്രമം നടക്കുന്നു. ഞാനതിൻ്റെ പ്രകടമായ ചില ഉദാഹരണങ്ങൾ പറയാം. നിങ്ങൾ നോക്കൂ, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ് ഇവരുടെ ഒരു പത്രം. അതുപോട്ടെ, തെരുവിൽ നിന്നുകൊണ്ട് പരസ്യമായി മുഖ്യമന്ത്രിയുടെ ജാതി പറയുകയാണ്. ഞാൻ വിനയപുരസ്സരം ചോദിക്കുന്നു, കോൺഗ്രസ് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു നിലപാടെടുത്ത് ഞങ്ങൾ കണ്ടില്ല. കോൺഗ്രസ് ഇത് തെറ്റാണെന്ന് പറഞ്ഞില്ല. ശബരിമലയെ മുൻനിർത്തി കേരളത്തിൽ നിരവധി ഹർത്താലുകൾ നടത്തി. ആ ഹർത്താലുകളുടെ മറവിൽ അക്രമം നടത്തി. ശബരിമലയിൽ ഒരു പോലീസ് നടപടി ക്ഷണിച്ചു വരുന്നതിന് വേണ്ടി RSS ക്രിമിനലുകളെ മുൻനിർത്തിക്കൊണ്ട് വലിയ ശ്രമമാണ് സംഘപരിവാർ ആസൂത്രണം ചെയ്തത്. ഒരക്ഷരം കോൺഗ്രസിന് അതിനെക്കുറിച്ച് മിണ്ടാട്ടമില്ല. ഇവിടെ ഇവർ പറയുന്നത്, ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വനിതാ മതിൽ തകർന്നു പോകുമെന്നാണ്. പ്രാവുകയാണ്, അങ്ങ് തുലഞ്ഞു പോകും എന്നാണ് പ്രാകുന്നത്. നമുക്കിനി മണിക്കൂറുകളേ ഉള്ളൂ ബാക്കി. നമ്മളെല്ലാം കൺമുമ്പിൽ കാണാൻ പോവുകയാണത്. ഇതൊരു വൻമതിലായി മാറും, ചരിത്രത്തിൻ്റെ ഭാഗമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ വനിതാ മതിൽ തകർന്നു പോകും എന്ന പ്രവചനങ്ങൾ നാളെ മണിക്കൂറുകൾ കഴിയുമ്പോൾ അത് അവസാനിക്കുന്നുവെന്ന് മാത്രമല്ല, ചരിത്രത്തിൻ്റെ ഭാഗമായി വനിതാ മതിൽ മാറും. അപ്പോൾ ഈ കുറച്ച് മണിക്കൂറുകൾ കൂടി മാത്രമാണ് നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുന്നത്. അത് കഴിഞ്ഞാൽ എന്താകും കേരളത്തിൻ്റെ പിക്ചർ നിങ്ങൾ കാണാൻ. രണ്ട്, ഇവർ അസ്വസ്ഥരാകുന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസ് കരുതിയത് ഈ പറയുന്ന RSS പറയുന്ന നാമജപ യാത്രയിൽ പങ്കെടുക്കുന്നവർ മാത്രമാണ് കേരളത്തിലെ സ്ത്രീജനങ്ങൾ എന്നാണ് കരുതിയത്. അപ്പോൾ അതാണ് വഴി, ഇതെല്ലാം ഇതാ പോവുകയാണ് എന്ന ധ്വനിയിലാണല്ലോ, എന്ന ധാരണയിലാണ് ഈ പാവങ്ങൾ അതിലേക്ക് ചെന്ന് വീഴുന്നത്. യഥാർത്ഥത്തിൽ അത് തെറ്റാണ്. നമുക്കൊരു നിലപാടുണ്ടാകണം എല്ലാ കാര്യത്തിലും. നമുക്ക് യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയണം. ഒരുപക്ഷെ യഥാർത്ഥത്തിൽ ആദ്യഘട്ടത്തിൽ ശ്രീ രമേശ് ചെന്നിത്തല യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രതികരണം ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞു, ഇത് സുപ്രീം കോടതി വിധിയാണ്, ഇത് നടപ്പിലാക്കുകയല്ലാതെ മറ്റു വഴികളില്ല സർക്കാരിൻ്റെ മുമ്പിൽ, എല്ലാവരും ഇതിനോട് താതാത്മ്യം പ്രാപിക്കാൻ തയ്യാറാക്കണം എന്നെല്ലാമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം. പക്ഷെ പിന്നീട് അത് മാറി, പിന്നീട് രാഷ്ട്രീയ താല്പര്യത്തിലേക്ക് മാറി. അവിടെയാണ് പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം യുവതികൾ കയറുന്നുണ്ടോ ഈ പറയുന്ന മറ്റൊന്നുമല്ല, രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ശ്രീധരൻപിള്ളയുടെ തന്നെ വാക്കുകൾ കടന്നെടുത്ത് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, ഒരു സുവർണാവസരമായി കണ്ടുകൊണ്ട് രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി ശബരിമല പ്രശ്നത്തിൽ ഇടപെടാൻ നോക്കി. BJP രാഷ്ട്രീയ താല്പര്യത്തിൽ ഇതിൽ ഇടപെട്ടാൽ ഉണ്ടാകുന്ന റിസൾട്ട് എന്താ? അത് ആത്യന്തികമായ റിസൾട്ട് സാമുദായികമായ സ്പർദ്ധയാണ്, സാമുദായിക ധ്രുവീകരണമാണ്. BJP സമാന സ്വഭാവമുള്ള ഏതു കേസിൽ ഇന്ത്യയിൽ എവിടെയാണോ ഇടപെട്ടത് അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? അതിൻ്റെ റിസൾട്ട് ഒന്ന് സാമുദായിക സ്പർദ്ധ, രണ്ട് ആ സാമുദായിക സ്പർദ്ധയിലൂടെ അവർക്ക് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ കഴിയുന്നു. ഇതാണ് BJPയുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജിക്ക് അവരൊരു അവസരമായിട്ടാണ് യഥാർത്ഥത്തിൽ ശബരിമലയെ കാണുന്നത്. ശ്രീ കാണുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ശ്രീ ശിവശങ്കറും അതേസമയം ശ്രീ ജ്യോതികുമാർ ചാമക്കാലയും ഒരേ സ്വരത്തിൽ പറയാൻ ശ്രമിച്ചത് ഇതൊരു വർഗീയ മതിലാണ്, മുഖ്യമന്ത്രി ഈ വർഗീയ രാഷ്ട്രീയത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആകുന്നു എന്ന് വരെ ശ്രീ ജ്യോതികുമാർ പറഞ്ഞു. ന്യൂനപക്ഷങ്ങളെ ഒരു പേരിന് അവിടെ കൊണ്ടു നിർത്താൻ ശ്രമിക്കുന്നു എന്ന് അവസാനം നിവൃത്തിയില്ലാതെ എല്ലാവരും ചോദ്യം ചോദിച്ചപ്പോൾ 4-5 പേരെ കൊണ്ടു നിർത്തുന്നു എന്നൊക്കെയാണ് ശ്രീ ശിവശങ്കരനും പറയാൻ ശ്രമിച്ചത്. അങ്ങനെ ഇത് ന്യൂനപക്ഷങ്ങളുടേതല്ല, ഹിന്ദു സമൂഹങ്ങളുടെ മാത്രമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം. ഇനിയിപ്പോൾ CPM ആരെങ്കിലും കൊണ്ട് നിർത്തിയാൽ അതിങ്ങനെ 4-5 പേരെ എന്ന് പറയാനുമാണ് ശ്രമം. അതിന് മറുപടി ഉണ്ടോ? ഇവിടെ ഒരു സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കി ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാനാണ് BJP ശ്രമിച്ചത്. അതിനെ ഇല്ലാതാക്കുക. അവിടെയാണ് അതിനിടയിൽ നിന്ന് തന്നെ ഈ ചോദ്യം ഉയർന്ന ഇവിടെ നിന്നാണ്, KPMSലെ ശ്രീ പുന്നല ശ്രീകുമാറിൽ നിന്നാണ്. അവിടെ നിന്നാണ് ഈ ആശയത്തിന്റെ സ്പാർക്ക് വരുന്നത്. ആ വിഭാഗങ്ങൾക്കിടയിൽ നിന്ന് തന്നെ വലിയ പ്രതികരണം ഉയർന്നു വരികയാണ്. മുഖ്യമന്ത്രി ക്ഷണിക്കാത്തവരെ കുറിച്ചാണ് ഇവർ പറഞ്ഞത്. ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കാം. ക്ഷണിച്ചവരുടെ കൂട്ടത്തിൽ NSS ഉണ്ടായിരുന്നല്ലോ. NSS കേസ് നടത്തിയ ആൾക്കാരാണ്, NSS നാമജപം നടത്തിയ ആൾക്കാരാണ്. 12 വർഷമായി കേസ്. യഥാർത്ഥത്തിൽ NSSനാണ് അപ്പോഴും ഇപ്പോഴും ഇക്കാര്യത്തിൽ ഒരു നിലപാടുള്ളത്. ഇവർക്ക് ആർക്കും അതില്ല, ഉള്ളതാണ്. ആ NSSന്റെ നിലപാടുള്ളപ്പോൾ തന്നെ NSSനെ ക്ഷണിച്ചില്ലേ? കാരണം എന്താണ്? ഇത് ഈ ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായമോ നിലപാടുകളോ പലർക്കും ഉണ്ടാകും. പക്ഷേ രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി ശബരിമല പ്രശ്നത്തെ സമീപിക്കുകയും കേരളത്തിൽ സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തൊരു പൊളിറ്റിക്കൽ ക്രൈം BJP ചെയ്യുന്നു. ആ രാഷ്ട്രീയ കുറ്റകൃത്യത്തിനെതിരായ കേരളീയരുടെ സംഗമമാണ്, കേരളീയരുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. അതാണ് ഇതിന്റെ ബേസ്. രണ്ട്, ഈ പറയുന്ന സംഘടനകളെ വിളിച്ചതിനെ കുറിച്ചാണ്. കേരളീയ ചരിത്രത്തിൽ നവോത്ഥാന പാരമ്പര്യമുള്ള നിരവധി സംഘടനകളുണ്ട്, നിരവധി ചരിത്രമുണ്ട്. ആ നവോത്ഥാന മൂവ്മെന്റുകൾക്കെല്ലാം തന്നെ നേതൃത്വം കൊടുത്ത നിരവധി സംഘടനകളുണ്ട്, വിവിധ മൂവ്മെന്റുകളുണ്ട്. ആ മൂവ്മെന്റുകളുടെ തുടർച്ചയായി ഇപ്പോഴും നിലനിൽക്കുന്ന സംഘടനകളിൽപ്പെട്ടവരെയാണ് അതിൽ ക്ഷണിച്ചത്.
ഈ ന്യൂനപക്ഷ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട അദ്ദേഹം പറഞ്ഞ പേരുകൾ മുക്തിത്വങ്ങൾ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയല്ല, മക്തിത്വങ്ങൾ എന്നാണ്. അങ്ങനെ ഒരു തെറ്റിപ്പോയതാണ്. അല്ല, അദ്ദേഹം, ഞാനത് പറയാൻ കാരണം ശ്രീ ശിവശങ്കർ പലപ്പോഴും ഈ അദ്ദേഹം പറഞ്ഞതിന്റെ ധ്വനി ഞാനങ്ങനെ ആ തെറ്റിദ്ധരുത്താൻ കാരണം അദ്ദേഹം പറഞ്ഞത് വായിച്ച ആളുകൾ, ഈ ലേഖനം എഴുതിയ ആളിനൊന്നും ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ആർക്കും ചരിത്രത്തോട് അറിയില്ല, തനിക്കറിയാമെന്ന നിലയിലാണ് അദ്ദേഹം പറയുന്നത്. മക്തിത്വങ്ങൾ എന്നാണ്. മക്തിത്വങ്ങൾ നവോത്ഥാന നായകരായിരുന്നു. പക്ഷെ മക്തിത്വങ്ങളുടെ നവോത്ഥാന സംഘടന, ആ സംഘടനകളുടെ എന്നും തന്നെ ഇന്ന് തുടർച്ചയെ വേറെ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ SNDP പക്ഷേ ഉണ്ട്, അതോടൊപ്പം തന്നെ ഈ പറയുന്ന പല സംഘടനകളുമുണ്ട്. നവോത്ഥാന മൂവ്മെന്റുകളുടെ ഒരു പിന്തുടർച്ച ഇന്നും തുടരുന്ന സംഘടനകളെ, അല്ലെങ്കിൽ ആ സംഘടനകളായി നിലനിൽക്കുന്ന അവരുടെ തുടർച്ചക്കാരെയാണ് വിളിച്ചത്. അതിന്റെ അർത്ഥം എല്ലാ മതവിഭാഗങ്ങളിലും പെട്ടവർ ഇതിൽ അണിനിരക്കുകയാണ്. അനുബന്ധ പരിപാടികളിൽ എല്ലാ മതവിഭാഗങ്ങളിലും പെട്ടവർ ഇറങ്ങിയതില്ല. പിന്നെ മലപ്പുറം ജില്ല ഉൾപ്പെടെയുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൂടെയാണ് ഈ ബദൽ നാളെ കടന്നു വരുന്നത്. അവിടെയൊക്കെ ആരാണ് അണിനിരക്കാൻ പോകുന്നത്? കേരളത്തിൽ ആരാണ് അണിനിരക്കാൻ പോകുന്നത്? ലീഗിന്റെ പോലും കോട്ടകൊത്തലകൾക്കകത്ത് കോൺഗ്രസ് പറഞ്ഞല്ലോ, പോയാൽ ഞങ്ങൾ കോൺഗ്രസ് ഇന്ന് പുറത്താക്കും, ഞാൻ കോൺഗ്രസിനെ വെല്ലുവിളിക്കും, നാളെ നിങ്ങൾ കോൺഗ്രസ് KPC ഓഫീസിൽ ഒരു പട്ടിക എടുത്ത് വെച്ചിരിക്കും, ആരൊക്കെ പോകില്ല അത് കാണാം, എത്ര പേര് നിങ്ങൾ പുറത്താക്കും, അത് പുറത്താക്കാൻ ധീരതയുണ്ടെങ്കിൽ കാണിച്ചേ. അപ്പോൾ കേരളീയരുടെ ഇത് പ്രശ്നം ഇത്രയേ ഉള്ളൂ. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പൊളിറ്റിക്കൽ കുറ്റകൃത്യമാണ്. അത് ഈ കേരളത്തെ വല്ലാതെ പിറകോട്ടെടുപ്പിക്കും, കേരളത്തിൽ അപകടമുണ്ടാക്കും. ശരി, അപ്പൊ ആ കാര്യത്തിലും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ അടുത്ത ഇതിൽ കൂടെ പോകേണ്ടതുണ്ട്. അതായത് ഈ മതിൽ, നാളെ ഉണരാൻ പോകുന്ന പെൺ കേരളം എന്ന് പറയുന്നത് ഒരു വലിയ പോരാട്ടമായി സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കുക എന്ന് പറയുന്ന വർഗീയതയ്ക്കപ്പുറമുള്ള വർഗപരമായ രാഷ്ട്രീയത്തിന്റെ കൃത്യമായ നിലപാട് വിളിച്ചറിയിക്കൽ തന്നെയാണ് നാളെ കേരളത്തിലെ സ്ത്രീകൾ ഇവിടെ നടത്താൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഉറച്ചു പ്രഖ്യാപിക്കാൻ ഒരു സംശയമില്ലാതെ പറയാൻ ഇടതുപക്ഷത്തിനാകുന്നു. അതാണോ കാണേണ്ടത്? തീർച്ചയായിട്ടും അതെ. ഇത് വരുന്നത് കേരളത്തെ ഭ്രാന്താലയമാക്കരുത് എന്ന മുദ്രാവാക്യത്തോടൊപ്പം തന്നെ സ്ത്രീ സമത്വം മുന്നോട്ട് വെക്കുന്നു. ഈ സ്ത്രീ സമത്വം മുന്നോട്ട് വെക്കേണ്ടി വരുന്ന സാഹചര്യം എങ്ങനെയാണ്? ഇപ്പോൾ സ്ത്രീകളെ തെരുവിൽ ഇവർ നേരിടുകയാണ്. ഇപ്പോൾ ഒരു പ്രശ്നം, ഒരു യുവതിയുടെ ഈ ആർത്തവ കാലം അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഏജൻസി പണിയായി ഇന്ന് RSS മാറുകയാണ്. RSS എന്തിനാണ് അവിടെ തമ്പടിച്ചിരിക്കുന്നത്? അവിടെ വരുന്ന സ്ത്രീകളുടെ ആർത്തവ ദശയാണോ അല്ലയോ എന്ന് ഇവരെങ്ങനെയാണ് നിർണ്ണയിക്കാൻ കഴിയുക? ഇവരത് നിർണ്ണയിച്ച് അഭിപ്രായം പറയുകയാണ്. അങ്ങനെ വരുന്നവർ ആചാര ലംഘനം നടത്തുകയാണെന്ന് ആരോപിച്ചവരെ തലക്കെറിഞ്ഞ് തേങ്ങയെറിഞ്ഞ് കൊല്ലാൻ നോക്കുകയാണ്. അപ്പോൾ സ്ത്രീകളെ തെരുവിൽ, സ്ത്രീത്വത്തെ, മാധ്യമ പ്രവർത്തനത്തിന് പോയി എത്ര സ്ത്രീകളെയാണ് ആക്രമിച്ചത്? അപ്പോൾ ഇത് ശരിയല്ല. ഇത് ഇവിടെ പല ഘട്ടങ്ങളിലും ദളിതർക്കെതിരായ അക്രമങ്ങൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ സ്ത്രീകൾക്കെതിരായ കടന്നാക്രമണമായി അത് മാറുന്നു. സ്ത്രീത്വത്തെ, ഒരു സ്ത്രീക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിന്റെ അതിർത്തി കടക്കുമ്പോൾ കഴുത്തിൽ ബോർഡ് എഴുതി തൂക്കേണ്ടി വരുന്നു, അത് അവരുടെ പ്രായം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. എത്ര ദയനീയമായ അവസ്ഥയാണ്. അപ്പോൾ അത്തരത്തിലൊരു കാര്യമുണ്ടാകരുത്. ഇതെല്ലാം ഭക്തരാണ്, വരുന്ന ഭക്തരാണ് ഈ നിലയിൽ വരേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ ഈ നിലയിലൊന്നും ചെയ്യുന്നത് ശരിയല്ല. ഇതിനെതിരെ കേരളത്തെ വിഘടിപ്പിക്കാൻ നോക്കുന്ന എല്ലാ ഛിദ്രശക്തികൾക്കുമെതിരായ വലിയ താക്കീതാണ് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഉയരാൻ പോകുന്ന വൻമതിൽ, വനിതാ മതിൽ. ശരി, ഒരു ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് തിരിച്ചെത്താം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ വനിതാ മതിൽ കൃത്യമായി സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു സർക്കാരിന്റെ പിന്തുണ, സംഘടനകളുടെ, ഇടത് സംഘടനകളുടെ ഒക്കെ ആ കാര്യത്തിലെ ആഭിമുഖ്യം കൃത്യമായി തെളിയിക്കാൻ ശബരിമലയുടെ പ്രതിഷേധ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ഈ മൂല്യത്തകർച്ചയെ കൊണ്ടുവരാൻ തന്നെയുള്ള മതിലെന്ന് പറയുന്ന കാര്യത്തിൽ ശ്രീ റഹീമിന് യാതൊരു സംശയവുമില്ല. അതേസമയം ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി അതിനകത്ത് വരുന്നുണ്ട്. ശ്രീ ശിവശങ്കറും ജ്യോതികുമാറും പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ഐക്യം, BJPയും കോൺഗ്രസും ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്, അതുകൂടി ഈ കാലഘട്ടത്തിൽ കാണിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ തമ്മിൽ ഈ വിഷയത്തിൽ സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കുന്ന കാര്യത്തിൽ ശബരിമല എന്നൊരു വാക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഐക്യം എന്താണ് എന്നുള്ളത് കൂടി പൊളിച്ചു കാണിക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് കൂടിയാണ് വനിതാ മതിൽ പറയുന്നത് എന്നാണ്. CPM-നെ എതിർക്കുന്നവരെല്ലാം വർഗീയ ശക്തികളാണ് എന്ന റഹീമിൻ്റെ നിലപാട്, അത് റഹീമിൻ്റെ രാഷ്ട്രീയത്തിലെ മുതുമുത്തച്ഛന്മാർ പോലെ തുടങ്ങിയ കാലത്ത് മുതൽ ഉണ്ട് ഇത്. അപ്പോൾ അതുകൊണ്ട് അതിന് പ്രത്യേക മറുപടിയുടെ ഒന്നും ആവശ്യമില്ല.
ഇവിടെ അവരോടൊപ്പം നിൽക്കുന്ന ഏറ്റവും അവസാനമായി അവർക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് അവരുടെ മുന്നണി വിപുലീകരണമാണ്. ആ മുന്നണി വിപുലീകരണത്തിൽ പിന്നെ ബാലകൃഷ്ണപിള്ളയും മകനെ ഉൾപ്പെടുത്തിയതിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ബാലകൃഷ്ണപിള്ളയുടെ കേസ് നടത്തിയതാരാണെന്നും അതിന്റെ ഉത്തരവാദിത്വം ശ്രീ വി എസ് അച്യുതാനന്ദന് മാത്രമേ കൊടുക്കാതെ പാർട്ടിയും കൂടെ ഏറ്റെടുത്തതും അതിനുവേണ്ടി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറിയും ഘോരം സംസാരിച്ചതും ഒക്കെ നമുക്കറിയാം. അപ്പോൾ നാളെ LDFന്റെ ഒരു അഴിമതി വിരുദ്ധ സമരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ശ്രീ വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവർ അഭിപ്രായം ചോദിക്കേണ്ടത് ബാലകൃഷ്ണപിള്ളയോടെയാണ്. ഒന്ന്. രണ്ട്, INL രൂപീകൃതമായത് ഏത് സാഹചര്യത്തിലാണെന്ന് നമുക്കറിയാം. 92 ബാബറി മസ്ജിദ് വിഷയം മുതൽ INL ഉണ്ടായ രൂപീകരണമായതും ഇത്രയും കാലം INLനെ മുന്നണിയിൽ എടുക്കാതിരുന്നതിന്റെ സാഹചര്യത്തെക്കുറിച്ച് നമുക്കറിയാം. അതിന്റെ പേര് നിർദ്ദേശിച്ചാരെന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ അവരോടൊപ്പം ചേരുമ്പോൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം നവോത്ഥാന പ്രസ്ഥാനങ്ങളാകുന്നു. അവർക്കെതിരായി നിന്ന് കഴിഞ്ഞാൽ അതെല്ലാം വർഗീയ ശക്തികളാകുന്നു. ഞാൻ അത് ഒരു ഉദാഹരണമായി 2 പാർട്ടികളെ കുറിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ മറ്റു പിന്നാമ്പുറങ്ങളിലേക്ക് ഞാൻ ന്യൂനപക്ഷ സമുദായങ്ങളെ, ഇപ്പോൾ മുസ്ലിം സമുദായങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അവരെ LDFൽ എടുക്കാൻ പാടില്ല. നായർ സമുദായത്തിന്റെ ആരെങ്കിലും ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇപ്പൊ ബാലകൃഷ്ണപിള്ള ഒരു അഴിമതിയുടെ കേസിൽപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ഒരു കാലത്തും ഇനി ഈ കേരളത്തിലെ ഉണ്ടാകാൻ പാടില്ല, നിങ്ങളുടെ കൂടെയാണെങ്കിൽ നിർത്താം എന്നുള്ള ഒരു നിലപാടുണ്ടോ ശ്രീ ജ്യോതികുമാർ? അന്നല്ല ഞാൻ പറഞ്ഞ മലയാളത്തിലല്ലേ ലാലെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ലാലൊരു കാര്യം ചെയ്യൂ. ലാല് DYFയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം റഹീമിന്റെ നിന്ന് മേടിച്ച് ലാലാകും. ഇതിനേക്കാൾ നല്ലതായിരിക്കും. മാധ്യമപ്രവർത്തനത്തെക്കാൾ നല്ല യോജിക്കുന്നത് അങ്ങേക്ക് ഒരുപക്ഷെ അതായിരിക്കാം. ഞാൻ പറഞ്ഞത് ചോദ്യം ചോദിക്കും. ഞാൻ വളരെ പച്ച മലയാളത്തിലാണ്. ലാലിന് മലയാളം മനസ്സിലാവില്ലെന്നുണ്ടോ? ഇല്ലല്ലോ. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞത്, ഞങ്ങളോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ, അതായത് LDFന്റെ മുന്നണിക്ക് പുറത്തു നിന്ന് കഴിഞ്ഞാൽ അവരെല്ലാം വർഗീയ ശക്തികളും LDFന്റെ മുന്നണിയോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ അവരെല്ലാം നവോത്ഥാന ശക്തികളും എന്ന് പറയുന്ന ഇരട്ടത്താപ്പ് അത് ഈ ഘട്ടത്തിലെടുത്തത് എന്തുകൊണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ പ്രസക്തമായ ഒരു ചോദ്യം. അപ്പോൾ ഞാൻ റഹീമിന്റെ ഞാൻ ചോദിച്ച പോയിന്റുകളിലേക്ക് വരാതെ ഇത്തരത്തിലുള്ള മൈതാന പ്രസംഗത്തെക്കുറിച്ച് ഞാൻ കുറ്റപ്പെടുന്നില്ല. കാരണം പലതിനും മറുപടിയില്ല. ഞാനിവിടെ ഇവരുടെ വനിതാ മതിൽ പരാജയപ്പെടുന്നു പറഞ്ഞില്ല. ഞാൻ തുടക്കത്തിൽ എന്താ ലാലിനോട് പറഞ്ഞത്? മതിൽ വിജയിക്കുന്ന കാര്യം തർക്കമൊന്നുമില്ല. മതിൽ കേരളത്തിൽ ഈ പറയുന്ന 600 കിലോമീറ്റർ നിർത്തണമെങ്കിൽ 1 മീറ്ററിനകത്ത് ആകപ്പെട വേണ്ട 2 പേരാണ്. മതിലാണെങ്കിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ സംസാരിക്കണമെങ്കിൽ ലാലൊന്ന് സ്ത്രീകൾ കേരളത്തിൽ ഞാൻ സംസാരിക്കില്ല. ഞാൻ സംസാരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ചോദിച്ചോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 1 മീറ്ററിനകത്ത് നിൽക്കാൻ 2 പേര്, 2 വനിതകളാണ് വേണ്ടത്. 1 കിലോമീറ്ററിൽ വേണ്ട ഒരു മീറ്ററിനകത്ത് 2 പേരിൽ കൂടുതൽ തോളോട് കൂടി നിൽക്കാൻ പറ്റുമോ? ഇല്ലേ 3 പേരെ നിങ്ങൾ വെച്ചോളൂ. 3 പേരെ വെച്ചോളൂ. 1 കിലോമീറ്ററിന് വേണ്ടത് 3000 പേരാണ്. 600 കിലോമീറ്ററിന് വേണ്ടത് വെറും 18 ലക്ഷം പേരാണ്. നിങ്ങൾ പറയുന്ന 50 ലക്ഷം 1 കോടിയൊക്കെ പങ്കെടുപ്പിക്കും. നിങ്ങൾ പങ്കെടുപ്പിച്ചോളൂ. ഇത് അതായത് ഇവിടെ സർക്കാരിന്റെ മുഴുവൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വാർത്തകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുക. ഇവിടെ കോഴിക്കോട് ഡെപ്യൂട്ടി ഡയറക്ടർ സ്കൂളുകൾക്ക് അവധി അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ഉദ്യോഗസ്ഥർ സർക്കാരിന്റെ പ്രശ്നം ഉണ്ടാകുന്നതാണ് പറയുന്നത്. 18 ലക്ഷം പേര് വന്നാൽ പോലും എന്നാ പിന്നെ സ്റ്റേറ്റ് മൊത്തം കൂടെ കയത്താ അല്ലെ? ഹൈവേ ഉള്ള മുഴുവൻ ജില്ലകളും കൊടുക്കാത്ത എന്താ? അവരൊക്കെ റഹീം പറയുന്നത്. റഹീം പറയാനുള്ള റഹീം പറയട്ടെ, ലാല് പറയാനുള്ള ലാല് പറയൂ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇനി വനിതകളെ പങ്കെടുപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കാർക്കും തർക്കമില്ലെന്നേ. സംഘപരിവാർ ശക്തികളുടെ ആക്രമണത്തെ ആദ്യം മുതൽ അവസാനം മുതൽ എതിർത്തവരാണ് ഞങ്ങൾ. അവർ ഇപ്പോൾ ഏറ്റവും അവസാനം ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരു ആത്മാഹുതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഹർത്താലിനെ പ്രതിപക്ഷ നേതാവാണ് ആദ്യം അപലപിച്ചത്. അപ്പോൾ അതിനകത്തൊരു കാര്യമുണ്ട്. അത് പറയുമ്പോൾ ഇവിടെ പിന്നെ കാലത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് സംഘപരിവാറാണോ എന്ന് റഹീം ചോദിക്കുമ്പോൾ, റഹീമെ നിങ്ങളുടെ സർക്കാർ ഇവിടെ ഉള്ളപ്പോഴാണ് ശശികല ടീച്ചറും അതുപോലെ വത്സൻ തില്ലങ്കരിയും ഉൾപ്പെടെയുള്ളവർ ശബരിമലയിൽ അഴിഞ്ഞാടിയത്. നിങ്ങൾക്ക് സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസും ഇല്ലായിരുന്നോ? നിങ്ങൾക്ക് അവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞോ? നിങ്ങൾക്ക് കഴിയാത്തതിന്റെ കാരണം ഇവിടെ അടിസ്ഥാനപരമായ വിഷയം എന്താണ്? ഇവിടെ ഈ സെപ്റ്റംബർ 28 വിധി ഉണ്ടായതിനു ശേഷം നിങ്ങൾ ഇത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് അനാവശ്യമായ ധൃതി കാണിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജ്മെന്റ് നടപ്പാക്കേണ്ടത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഇപ്പോഴും അവർ ഈ സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി യുവതികൾ ആരെങ്കിലും ഇനി ശബരിമലയിലേക്ക് പോകാൻ വന്നാൽ അവർക്ക് അതിനുള്ള സംരക്ഷണം കൊടുക്കും. സ്ത്രീകളുടെ അവകാശക്കാര്യത്തിൽ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഈ CPM-ന്റെ ഒക്കെ നിലപാടായി ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ സർക്കാർ പരാജയമാണെന്നാണ് CPM പറയുന്നത്? ഒരാളെ പോലും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല CPM സർക്കാർ. അല്ലല്ല, ഇത് രണ്ടോ പറയരുത്. അപ്പൊ CPM പറയുന്നത് സർക്കാർ പരാജയമാണെന്നോ? സർക്കാരിന് ഒരാളെ പോലും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഏറ്റവും അവസാനം പോയത് ലാലെ. അപ്പൊ കാര്യങ്ങളായി കാണൂ, വളരെ വ്യക്തമായി കാണൂ. അവിടെ CPM-ന്റെ ഈ പറയുന്നത് ഞങ്ങൾ വന്നാൽ നീ സംരക്ഷിക്കും എന്ന് പറയുന്നു. പക്ഷേ മന്ത്രി പറഞ്ഞ എന്താണ്? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ എന്താണ്? ഇന്ന് എന്തുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറിക്ക് തിരുത്തേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് തിരുത്തേണ്ടി വന്നത്? അപ്പോൾ ഇതൊന്നും നമ്മൾ കണ്ടില്ല എന്നടിക്കരുത്. ഈ തിരുത്തലിലെ ഏത് ഭാഗത്താണ് ഇപ്പോൾ UDF ഉള്ളത്? മുഖ്യമന്ത്രി പറഞ്ഞിടത്താണോ അതോ
നിങ്ങൾ കടകംപള്ളി നേരത്തെ പറഞ്ഞു. ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയും ഇല്ല, ഞങ്ങൾക്ക് കടകംപള്ളിയും ഇല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് 2016 മുതൽ ഞങ്ങളുടെ അഫിഡവിറ്റായി കോടതി കൊടുത്തിട്ടുണ്ട്. അന്നത്തെ UDF സർക്കാരിന്റെ കാലത്ത് അന്ന് മുതൽ ഇന്ന് വരെ അതേ നിലപാടിലാണ് ഞങ്ങൾ നിന്നുള്ളത്. ഞങ്ങൾ ഭക്തരോടൊപ്പം തന്നെയാണ്. അന്ന് നിങ്ങൾ അഫിഡവിറ്റ് കൊടുത്തപ്പോൾ ആ കോടതിയിൽ ഒരു വിധി ഉണ്ടാകുമ്പോൾ അതിൽ ഏത് ഭാഗത്ത് നിൽക്കുമെന്നാണ് നിങ്ങൾ പിന്നീട് അന്ന് എഴുതി കൊടുത്തിട്ടുണ്ടാകുക. ആ വിധി വന്നാൽ മാത്രം, നിങ്ങൾ എഴുതി കൊടുത്തത് വിധിയായി വന്നാൽ മാത്രം നിങ്ങൾ ഇവിടെ അംഗീകരിക്കുമെന്നാണോ? എന്റെ മുട്ടിന് ചോദിക്കുകയാണെങ്കിൽ ലാൽ സംസാരിച്ചോളൂ, ഞാൻ ഇവിടെ കേട്ടോണ്ടിരിക്കാം. ഇവിടെ റഹീം സംസാരിച്ച ആളാണ്. റഹീം സംസാരിച്ചപ്പോൾ ലാലിന് ഒരു ആക്രാന്തവും ഇല്ലായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ മാന്യമായി പ്രതിപക്ഷ ബഹുമാനം കാണിക്കാൻ ലാൽ തയ്യാറാകണം, ആദ്യമായി പറയാനുള്ളതാണ്. ഇല്ലെങ്കിൽ നമുക്ക് യാതൊരു താല്പര്യവുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടുകൾ അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാകണം. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് 2016 മുതൽ കൃത്യമായി ഞങ്ങളൊരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് തന്നെയാണ് ഞങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ നിന്നിട്ടുള്ളത്. അതിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഭക്തരോടൊപ്പമാണ്. പിന്നെ റഹീം പറഞ്ഞു പോയി നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ച്. റഹീമൻ, നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ ഹിന്ദു സമുദായത്തിൽപ്പെട്ട നിങ്ങൾ NSSനെ വിളിച്ചു, ശരിയാണ്. NSS ആണ് കേസ് നടത്തിയെന്ന് റഹീം പറയുന്നു. ആ NSSനെ പോലും വിശ്വാസത്തിലെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല, പരാജയപ്പെട്ടിരിക്കാം. പക്ഷേ NSSനെ പോലും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ പോലും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്താൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക്. അവരെ പുലഭ്യം പറഞ്ഞു നിങ്ങളുടെ മന്ത്രിമാർ ഉൾപ്പെടെ പൊതുസമൂഹത്തിൽ, നിങ്ങളുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ നിങ്ങളുടെ മന്ത്രിമാർ എന്തിനും കൂലിത്തല്ലുകാരെ പോലെയുള്ള 1-2 മന്ത്രിമാരുണ്ട്. അവർ പൊതുസമൂഹത്തിൽ തെറി പറഞ്ഞു. ഈ തന്ത്രി കുടുംബത്തെ തെറി പറഞ്ഞു, പന്തളം കൊട്ടാരത്തെ തെറി പറഞ്ഞു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വന്നിരിക്കും, നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അവരെന്തുകൊണ്ടോ പങ്കെടുത്തിട്ടില്ല. അവരെ പോലും നിങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ നവോത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഹിന്ദു സമുദായങ്ങൾ മാത്രമല്ല നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ളത്. ക്രൈസ്തവ മുസ്ലിം സംഘടനകൾക്ക് ഒരുപാട് നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഏഷ്യയിലെ ആദ്യത്തെ കോളേജ് 1816 അതൊന്നും ഇല്ലെന്നാണ് റഹീം പറഞ്ഞത്. ഏഷ്യയിലെ ആദ്യത്തെ കോളേജ് അതിന്റെ പരമ്പരാഗതമായി അതിനുശേഷം പിന്നെ അവർണ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സംസ്കൃതം പഠിക്കാൻ ഉൾപ്പെടെ സ്കൂളുകൾ ആരംഭിച്ചത് ചാവറാച്ചനാണ്. അവരുടെ പിന്തുടർച്ചാവകാശികൾ ഇവിടെ ഇല്ലേ? അപ്പോൾ ഏത് ഹിന്ദു മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളിൽപ്പെട്ട നവോത്ഥാന മൂവ്മെന്റുമായി ബന്ധപ്പെട്ടവരെ ആരെയും ഉൾപ്പെടുത്താതെ ഒരു വിഭാഗത്തെ മാത്രം. ശരി, അപ്പൊ ആ കാര്യത്തിൽ റഹീമിന്റെ ഒരു മറുപടി ആവശ്യമുണ്ട്. പക്ഷെ അതിനു മുമ്പ് ശ്രീ ശിവശങ്കർ, ഈ കാര്യത്തിൽ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എന്താണ് പറയുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. നിങ്ങൾ ഈ തോന്നിയവരിടത്തൊക്കെ ഹർത്താൽ നടത്തിയത് കൊണ്ടൊക്കെയാണ് ഇപ്പോൾ ശ്രീ ജ്യോതികുമാറിനൊക്കെ വലിയ ധൈര്യമുണ്ടായത്. നിങ്ങളുടെ വിശ്വാസ്യത പോയി, തോന്നിയപ്പോഴൊക്കെ തോന്നിയ നിലപാടെടുത്തത് കൊണ്ട് നിങ്ങളുടെ നേതാക്കളോട് ഉള്ള വിശ്വാസ്യത പോയി. ആദ്യം കണ്ട ഐക്യത്തിനപ്പുറം ചില എതിർപ്പുകൾ നിങ്ങളുടെ നിലപാടിനോടും എടുക്കാമെന്ന് ജ്യോതികുമാറിനും രമേശ് ചെന്നിത്തലയ്ക്കും ഒക്കെ തോന്നിയത് നിങ്ങളുടെ വിശ്വാസ്യത ജനങ്ങളുടെ അടുത്ത് ചെലവാകുന്നില്ല. നിങ്ങൾ ആരാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. വർഗീയതയെ വല്ലാതെ ആളിക്കത്തിച്ച് ശബരിമലയിൽ രാഷ്ട്രീയം കളിക്കാം എന്ന് കരുതിയെടുത്ത് ജനങ്ങൾ അത് മനസ്സിലാക്കി എന്നത് വ്യക്തമായപ്പോൾ ജ്യോതികുമാറിനെ പോലുള്ളവർ നിങ്ങളുടെ രാഷ്ട്രീയം കടമെടുത്തു, നിങ്ങളെ തള്ളി എന്നതാണ്. നിങ്ങളുടെ അതേ ഭാഷ ഉപയോഗിക്കുന്നു എന്നാണ് റഹീം പറയുന്നത്. അത് അദ്ദേഹം തന്നെ മറുപടി പറയട്ടെ. പക്ഷേ വെള്ളാപ്പള്ളി പറഞ്ഞതിനോട് നിങ്ങൾ പ്രതികരിക്കണമല്ലോ. വെള്ളാപ്പള്ളി പറഞ്ഞത് എന്താണ്? വനിതാ മതിൽ പൊളിക്കാൻ ശ്രമം നടക്കുന്നു എന്നാണ്. നിങ്ങളെപ്പോലുള്ളവർ എതിർക്കുന്നത് കണ്ടിട്ടാണ് വെള്ളാപ്പള്ളി അത് പറയുന്നതെങ്കിൽ നിങ്ങൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ടല്ലോ ശ്രീ ശിവശങ്കരൻ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് ആദ്യം റഹീം പറഞ്ഞതുപോലെ ഞങ്ങൾ രണ്ടുപേരും ഈ മതിൽ പൊളിയുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കെട്ടുകയും വേണ്ട. ഒന്ന്. രണ്ട്, ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ റഹീം തയ്യാറായില്ല. PSC ക്വസ്റ്റ്യനെയറിലെ കുറച്ച് ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ ഒരു നീണ്ട ഒരു ലേഖനം, അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചിരുന്നു. രണ്ട്, ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇങ്ങ് കേരളത്തിലും യാത്ര ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലാവും, മുലക്കരം എന്ന പേരിൽ ഒരു സ്ത്രീയുടെ വലിയ ചരിത്രത്തിൻ്റെ കഥ അത് തെറ്റായി ഒരു ചരിത്രത്തിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് ഒരു രാഷ്ട്രീയമായോ അതിന് ഒരു പാരമ്പര്യമില്ലാതെ പ്രൊഫസർ ശ്രീധരമേനൊന്നും പോലുള്ള ചരിത്രകാരന്മാർ ഒരിക്കലും പറയാത്ത ഒരു കഥ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എടുത്തു പറയുന്നു. ഒന്ന്. രണ്ട്, ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ശബരിമലയെപ്പോലും അത് ബുദ്ധക്ഷേത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു പരിഭ്രാന്തി സൃഷ്ടിക്കുവാൻ ഇടതുപക്ഷം ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സംസ്ഥാന സർക്കാർ അതിൻ്റെ ഒരു അവസാന ഭാഗമായി ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു വേർതിരിവുണ്ടാക്കാൻ, അവർണ സവർണ വിഭാഗ സംഘടന ഉണ്ടാക്കാൻ എന്ന പേരിൽ ഇത്തരത്തിലുള്ള ഒരു വർഗീയ മതിലാക്കി ഇതിനെ മാറ്റുന്നു എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക്. രാഷ്ട്രീയമായ അഭിപ്രായമാണ് നിൽക്കട്ടെ, രാഷ്ട്രീയമായി ഇതിന് ഒരുപാട് തെറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സംസ്ഥാന സർക്കാർ ഏറ്റവും ആവശ്യമായി ഇന്ന് വേണ്ടിയിരുന്നത്, ഇവിടെ അദ്ദേഹം നേരത്തെ പറഞ്ഞ എന്താ, നവകേരള സൃഷ്ടിയാണ് ആവശ്യമെന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് മാറ്റിക്കൊണ്ട് നവകേരള സൃഷ്ടിക്ക്
അദ്ദേഹത്തിന് പറ്റില്ല എന്നും അദ്ദേഹത്തിന്റെ പദ്ധതികൾ പൊളിഞ്ഞു എന്നും മനസ്സിലാക്കിയപ്പോൾ നവോത്ഥാനം എന്നൊരു തട്ടിപ്പായിട്ട് വരുന്നു. അതുകൊണ്ടാണ് ഈ മതിലിനെ ഞങ്ങൾ വർഗീയ മതിലെന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ CPM പിന്തുണച്ചുകൊണ്ട് വർഗീയ മതിലാകണമെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ സവർണ്ണ വിഭാഗത്തിൽപ്പെട്ടവരും ന്യൂനപക്ഷ വിഭാഗക്കാരും ഈ മതിലിൽ പങ്കെടുക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് ഈ രാത്രിയിലും ശിവശങ്കരൻ വിശ്വസിക്കുന്നുണ്ടോ? അവരാരും ഉണ്ടാകില്ല എന്ന്? അല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പോ കഴിഞ്ഞ 2 ദിവസത്തെ മുഖ്യമന്ത്രിയുടെ ശ്രമം എന്താ? അദ്ദേഹം ഈ കഴിഞ്ഞ 2 ദിവസം കോഴിക്കോട് പോയിട്ട് എന്താ നടത്തിയത്? ഒരു പ്രത്യേക സമുദായത്തിന്റെ സംഘടനയിൽ പങ്കെടുക്കുന്നു, അവർക്ക് വേണ്ടുന്ന ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അത്തരത്തിൽ മലപ്പുറം ആ കോഴിക്കോട് ഭാഗത്തുള്ള ഒരു വിഭാഗത്തെ കൂടെ നിർത്തുവാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അതിൽ ഒരുപക്ഷെ അദ്ദേഹം വിജയിച്ചേക്കാം, ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല, എല്ലാവരും വരട്ടെ. മതിൽ വിജയിക്കുന്നത് കൊണ്ട് അത്തരത്തിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല. പക്ഷേ ഈ മതിലിന്റെ സ്വഭാവം അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും തന്നെ വലിയ ഒരു വിഭാഗത്തെ എതിർത്തുകൊണ്ട് ഇവിടുത്തെ ജനവിഭാഗത്തിൽ വിശ്വാസത്തിൽ ഓരോ ഘട്ടത്തിലും മുഖ്യമന്ത്രിയും എടുക്കുന്ന നിലപാടിനൊപ്പം വനിതാ മതിലിൽ നിങ്ങളൊക്കെ ആദ്യം പ്രചരിപ്പിച്ചതിനെ മറികടന്ന് CPM എത്തി എന്നല്ലേ മനസ്സിലാക്കേണ്ടി വരുന്നത്? ആ കാര്യത്തിൽ അവസാന ലാപ്പിലെങ്കിലും അവർ നിങ്ങൾ വിമർശിച്ച കാര്യങ്ങൾ മറികടന്ന് എല്ലാവരുടെയും മതിലായി മാറുമ്പോൾ വർഗീയ മതിൽ എന്ന നിങ്ങളുടെ പ്രചരണം അവസാനിപ്പിക്കണ്ടേ? അല്ല, അതുകൊണ്ടാണ് ലാലെ കാര്യങ്ങൾ മനസ്സിലാവില്ല എന്ന് വിചാരിക്കരുത്. താങ്കൾക്ക് മലയാളം അറിയാം, ജ്യോതികുമാർ പറഞ്ഞ പോലെ താങ്കൾക്ക് മലയാളം അറിയാഞ്ഞിട്ടല്ല, നല്ലോണം മലയാളം അറിയാം. പക്ഷേ അത് മനസ്സിലാവില്ല എന്ന് ശഠിക്കുന്നു, ഉറക്കത്തിലാണ് എന്ന് മനഃപൂർവ്വം ഇരിക്കുകയാണ് താങ്കൾ. യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എവിടെയാണ് CPM-ന് തെറ്റുപറ്റിയതെന്നും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി നിരന്തരം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങളെയും അദ്ദേഹത്തിൻ്റെ സംസ്ഥാന നേതാക്കളെയും തിരുത്തിയതെന്ന്. അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ എൻ്റെ നാട്ടിലെ ഒരു MLA അദ്ദേഹം പറഞ്ഞില്ലേ, ശബരിമലയിലെ അയ്യപ്പൻ വിവാഹം കഴിച്ചു, അത് കാരണം ഇനി അവിടെ സ്ത്രീകൾക്ക് കയറാം. ഇത്തരത്തിലുള്ള ആക്രമികമായ ഹിന്ദു വിരുദ്ധ പ്രസ്താവനകൾ ഇറക്കിയല്ലേ ഈ തൃപ്പൂണിത്തുറയിലെ സ്വരാജ്, റഹീമിൻ്റെ സുഹൃത്തടക്കം ഇവിടെ പ്രസംഗിച്ചതും പ്രവർത്തിച്ചതും. അതിനെക്കുറിച്ച് എന്താ റഹീമിന് പറയാനുള്ളത്? അപ്പോ ഇത്തരത്തിൽ സംഘടനയായി നിന്നുകൊണ്ട് കേരളത്തിൽ ഈ ഭരണം നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് ജനക്കൂട്ടങ്ങളെ മനസ്സിലാക്കിയപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. ഈ അയ്യപ്പ ജ്യോതിയും ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെയോ ഇവിടെ വന്നിരുന്ന വലിയ പണക്കൊഴുപ്പിൻ്റെയോ ഒന്നും സഹായമില്ലാതെ വൻ വിജയമാക്കിയപ്പോൾ അതിനെ തകർക്കുവാനും അതിനെ എതിർക്കുവാനും ഒരു സംസ്ഥാന സർക്കാരിന് യോജിച്ച പ്രവൃത്തിയാണോ അത്? ഈ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ക്ഷേത്രം, ഏറ്റവും കൂടുതൽ ഈ സമൂഹത്തിന് കേരളത്തിന് സംഭാവന നൽകുന്ന, സാമ്പത്തികമായും സംഭാവന നൽകുന്ന ഒരു ക്ഷേത്രം, അതിനെ തച്ചുടയ്ക്കാൻ, അവിടുത്തെ അവിടുത്തെ വളർച്ചയെ, അവിടുത്തെ സാമ്പത്തികമായ വളർച്ചയെ പോലും തച്ചുടയ്ക്കാൻ എന്തിനാണ് ഈ സർക്കാർ ശ്രമിക്കുന്നത്? ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരുമിച്ച് തീരുമാനിച്ചുകൊണ്ട് നേരത്തെ ഇതൊക്കെ ആവാറുമല്ലോ. ഈ സംസ്ഥാനത്തെ മുഴുവൻ ഹിന്ദു സമുദായങ്ങളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് ഈ മറുപടി അല്ല, അദ്ദേഹം ഹിന്ദു സമുദായങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിച്ചത്. അദ്ദേഹം ശ്രീ സ്വരാജിലേക്കെല്ലാം എത്തിക്കൊണ്ട് അദ്ദേഹം പറയാൻ ശ്രമിച്ചൊരു കാര്യം ഹിന്ദുക്കളുടെ വികാരത്തെ വല്ലാതെ വ്രണപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാണ്. ശ്രീ ശിവശങ്കർ ഒരു കാര്യം പറയുന്നത്, ശബരിമല വിവാദം ഈ പ്രശ്നങ്ങൾ ഉയർന്നു വന്നതിന് ശേഷം ശബരിമലയെയും ഹിന്ദു വിശ്വാസങ്ങളെയും തുടർച്ചയായി അവഹേളിക്കുകയും ആക്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കൂട്ടരെ കേരളത്തിലുള്ളൂ, അത് RSS ആണ്. ഏതെങ്കിലും ഒരു കൂട്ടർ ആചാരലംഘനം നടത്തിയിട്ടുണ്ട് എങ്കിൽ ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരാൾ ഇരുമുടിക്കെട്ടിനോട് മോശമായി പെരുമാറില്ല, ഇരുമുടിക്കെട്ട് അവഹേളിക്കില്ല. ഇരുമുടിക്കെട്ടിനെ തറയിലിട്ടത്, ഇരുമുടിക്കെട്ടിനോട് അവഹേളനപരമായി പെരുമാറിയത് ഒരേ ഒരാളേ ഉള്ളൂ. ചരിത്രത്തിൻ്റെ ഒരുപക്ഷെ ഒരാളായിരിക്കും, അത് നിങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രനാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞൊരു വാചകം, ശബരിമല ഈ കേരളത്തിൻ്റെ വികസനത്തിന് വലിയ സംഭാവന നൽകുന്ന ഒരു ക്ഷേത്രമാണ്, വലിയ വരുമാനം എന്നല്ല നിങ്ങൾ പറഞ്ഞു. അവിടെ ഒരു നയാ പൈസ പണമിടരുതെന്ന് പറഞ്ഞത് ആരാണ്? ശ്രീ ശിവശങ്കർ. പണമിടരുതെന്ന് പറഞ്ഞത് ശോഭാ സുരേന്ദ്രനാണ്. ഈ നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ MP ആയിരിക്കുന്ന സുരേഷ് ഗോപിയാണ്. ഒരു കടലാസിൽ നിങ്ങളുടെ വിശദീകരണം ചോദിച്ചോ, നിങ്ങളുടെ നടപടിയെടുത്തോ? അവിടെ ആചാരലംഘനം നടത്തിയതാരാ? വത്സന്തില്ലങ്കേരി മുതൽ ഇങ്ങോട്ടുള്ളവർ നടത്തിയ ആചാരലംഘനത്തെക്കുറിച്ച് പറയണോ? അവഹേളിക്കുകയായിരുന്നില്ലേ? വ്രതമെടുത്ത് ശബരിമല ചവിട്ടുന്ന ഭക്തലക്ഷങ്ങളെ അവഹേളിച്ചു കൊണ്ടായിരുന്നില്ലേ നിങ്ങളുടെ നേതാക്കൾ, സമുന്നതരായ നേതാക്കൾ വ്രതമെടുക്കാതെ ശബരിമല ചവിട്ടാൻ കയറിയത്? നിങ്ങൾ ഒരു സമരകേന്ദ്രമാക്കി ശബരിമലയെ മാറ്റാനും പോലീസ് നടപടി ക്ഷണിച്ചു വരുത്താനുമുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചത്. നിങ്ങൾ ബാക്കിയെല്ലാം മാറ്റിവെക്കേ. ഒരൊറ്റ കാര്യം, നിങ്ങളിതിൽ പൊളിറ്റിക്കലി ഇടപെട്ടത് എങ്ങനെയായിരുന്നു? നിങ്ങളുടെ ഈ വിധി വന്നതിന്റെ പിറ്റേ ദിവസം ജന്മഭൂമി പത്രം ഇപ്പോഴും ഇവിടെയില്ലേ? ഇതിനെ സ്വാഗതം ചെയ്തവരല്ലേ നിങ്ങൾ?
വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞ് ലേഖനം എഴുതിയ ആളല്ലേ സാക്ഷാൽ ഒ രാജഗോപാല്. ഒറ്റ കാര്യം ഞാൻ പറയുന്നു, ശ്രീ ശിവശങ്കർ ഒരൊറ്റ കാര്യത്തിൽ മറുപടി പറഞ്ഞാൽ മതി. നിങ്ങൾ ആ നിലപാട് മാറ്റിയത്, നിങ്ങൾ ഇപ്പുറത്തേക്ക് മറുകണ്ഠം ചാടിയത് ഒരു പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റി കണ്ടുകൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പൊളിറ്റിക്കൽ ക്രൈമാണ്. നിങ്ങൾ അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യുകയായിരുന്നു, നിങ്ങളുടെ നിലപാടങ്ങ് ഉപേക്ഷിച്ചു. എന്നിട്ട് ഇതൊരു അയോധ്യ പോലെ ഇതൊരു ലാസ്റ്റ് ബസ്സാണ്, സുവർണ അവസരമായി നിങ്ങൾ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടു. ഒറ്റ കാര്യം, നിങ്ങൾ കണ്ട നിങ്ങൾ അതിൽ തോറ്റുപോയി. നിങ്ങൾ കൂടെ ഇപ്പൊ ആളില്ല. നിങ്ങൾ ഈ പറയുന്ന അയ്യപ്പ ജ്യോതി പൊളിഞ്ഞു പോട്ടെ. ഇപ്പോ ഈ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്ന് കൈരളിയുടെ ഒരു ക്യാമറാമാൻ ഇപ്പൊ അങ്ങോട്ടേക്ക് ലൈവായിട്ടൊന്ന് ഇവരുടെ സമരപ്പന്തൽ നിന്ന് കാണിച്ചേ. ഞാനിപ്പോ അതുവരെയാ വന്നത്. വിരലെണ്ണാവുന്ന ആളേ ഉള്ളൂ, വിരലെണ്ണാവുന്ന ആള്. അവിടെ കിടക്കുന്ന ആളിനെ ഇപ്പൊ നാട്ടുകാർക്ക് അറിയില്ല. വിരലെണ്ണാവുന്ന ആള് പൊളിഞ്ഞില്ലേ, തകർന്നില്ലേ? നിങ്ങളൊരു കാര്യം ചോദിക്ക്, നിങ്ങൾ ഈ സ്ട്രാറ്റജി തുടങ്ങുമ്പോൾ ഈ അജണ്ട വെച്ച് അദ്ദേഹം പറഞ്ഞ പോലെ ഒരു സമസ്യ ഇതങ്ങോട്ട് തുടങ്ങുമ്പോൾ എന്തായിരുന്നു, ആരായിരുന്നു നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നത്? നിങ്ങളുടെ NDA തകർന്നു. നിങ്ങളുടെ NDAയിൽ നിന്ന് ആരാ ഉള്ളത്? നാളെ BDJS കൂടി വന്ന് തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ളവർ വന്ന് വനിതാ ബദലിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ നാളെ NDAയുടെ പതനം പൂർണ്ണമാവുകയാണ്. CK ജാനു ഇപ്പുറത്ത് വന്നു പോട്ടെ. നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ നിങ്ങൾ എന്താ പറഞ്ഞത്? ഇടതുപക്ഷം ഇതാ തകരുന്നു. ഇടതുപക്ഷത്തിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വാസി ലക്ഷങ്ങൾ ഇപ്പുറത്തേക്ക് നിങ്ങൾക്കൊപ്പം വരാൻ പോകുന്നു. നിങ്ങളുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗമായി. അതിന്റെ അർത്ഥം എന്താ? ഇത് തകരുകയാണ്. BJPയുടെയും NDAയുടെയും ഈ കപട രാഷ്ട്രീയത്തിനുള്ള തിരിച്ചടി നാളെ പൂർണ്ണമാവുകയാണ്. ശരി, അപ്പോ ശ്രീ റഹീം, ഞാൻ ശ്രീ ശിവശങ്കറിലേക്ക് ജ്യോതികുമാറിലേക്ക് വരാം. പക്ഷെ പെട്ടെന്ന് ശ്രീ ജ്യോതികുമാർ നേരത്തെ താങ്കൾ ഇടപെടില്ലെന്നറിയാം, താങ്കൾക്ക് അതിന് പരിമിതി ഉണ്ടെന്നറിയാം. പക്ഷെ എനിക്ക് റഹീമിനോട് പറയാം, എനിക്ക് പരിമിതിയൊന്നുമില്ല. താങ്കൾ ചോദിച്ചോളൂ. അല്ലല്ല, പരിമിതിയൊന്നുമില്ല. അല്ല, രണ്ട് കാര്യം. ഒന്ന്, എക്കോ ഒന്ന് മാറ്റണം. ഞാൻ സംസാരിക്കുമ്പോഴും മറ്റുള്ള എക്കോ വരുന്നു. ഒന്ന്. രണ്ട്, ഞാൻ റഹീമിനോട് ആദ്യമേ തൊട്ട് ചോദിക്കാൻ പറഞ്ഞ 3 കാര്യങ്ങൾ. ഇതിന് മറ്റുള്ള കാര്യങ്ങളൊക്കെ വിടൂ. ഞാൻ ചോദിച്ചത് ശബരിമലയെ തകർക്കുവാൻ, അതിനെ ആത്യന്തികമായി അവിടുത്തെ അതിൻ്റെ ഒരു ചരിത്രത്തെ തകർക്കുവാൻ, അത് ബുദ്ധക്ഷേത്രമാണെന്ന് നിരന്തരം പറഞ്ഞതാരാ? നിങ്ങളുടെ സുനിൽ പിള്ളയുടെ എന്ന നേതാവല്ലേ? അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു. ഞാൻ രണ്ടാമത് പറഞ്ഞത് അയ്യപ്പൻ വിവാഹം, ഞാൻ ഇത് നിരന്തരം പറയൂ. വേറെന്താ? രണ്ടാമത്തെ ചോദ്യം കൂടെ ചോദിച്ചോളൂ. അദ്ദേഹം ഉത്തരം പറയാൻ തയ്യാറാണ്, പക്ഷെ വളരെ ചുരുക്കി പറയണം. ഇതല്ല വിഷയം. ശ്രീ ശിവശങ്കർ, 2 സ്വരാജ് അടക്കമുള്ള ML, അതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഞങ്ങൾക്ക് സ്വരാജിനൊന്നും ശബരിമലയുടെ യഥാർത്ഥത്തിൽ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് അവിടുത്തെ ഹിന്ദു ക്ഷേത്രമല്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ല റഹീം ഒരു മിനിറ്റ്, റഹീം പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും നേരം ക്ഷയിച്ചെന്നല്ലോ. അവിടുത്തെ ഹിന്ദു ക്ഷേത്രമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ബൗദ്ധ ക്ഷേത്രമാണെന്നും അവിടെ നടക്കുന്നത് ഭൗതിക ആരാധനയാണെന്നും ബുദ്ധന് മാത്രം അവകാശമുള്ള ക്ഷേത്രത്തിൽ ഹിന്ദുക്കൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞു പരത്തുവാനുമാണ്. ശരി, എന്തായാലും ഈ കാര്യത്തിൽ വനിതാ മതിലാണ് സ്വപ്നം കാണുന്ന പോലെ NDA അതുകൊണ്ട് തന്നെയാണ് വിപുലീകരിക്കാൻ ഈ തരത്തിൽ നിങ്ങൾ അടക്കം കൂട്ടുകൂട്ടിയത്. നിങ്ങൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആചാരലംഘനത്തെ കുറിച്ച് പറ. ഞാൻ ചോദിച്ചു അവിടെ പണമിടൽ എന്ന് പറയുന്നതിനെ കുറിച്ച് പറ. ആരോപണം സുഹൃത്തെ, നിങ്ങൾക്ക് ഇതിനെ നിങ്ങൾ ഇതിനെ എന്താ പറഞ്ഞിരുന്നത്? ഇവിടെ മുലക്കരത്തെ കുറിച്ച് പറഞ്ഞു. അതിനെക്കുറിച്ച് ഇരുമുടിക്കെട്ടിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ. ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് കേരളത്തിൽ ശിവശങ്കരൻ തയ്യാറല്ല. ഈ പറഞ്ഞ പോലെ അത് സുരേന്ദ്രൻ അതുപോലെ കടകംപള്ളി സുരേന്ദ്രനോട് മുഖ്യമന്ത്രി ഇന്ന് തിരുത്തിയില്ലേ? ഇതൊക്കെയാണ് ഏറ്റവും അവസാനം UDFന് വനിതാ മതിലിനെ കുറിച്ചുള്ള ബാക്കി സംശയങ്ങളൊക്കെ തീരുമ്പോഴും അവശേഷിക്കുന്ന കാര്യങ്ങൾ. അല്ല, ഇത് ആശയക്കുഴപ്പമുണ്ട്. ഇവരാകെ പറയുന്നത് ഇപ്പം നമ്മുടെ പാളയത്തിൽ എവിടെയെങ്കിലും ആശയക്കുഴപ്പമുണ്ടോ എന്നെല്ലാമാണ്. തുടർച്ചയായ നിങ്ങളോട് പ്രതികരിക്കുന്ന ഘട്ടത്തിൽ
ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പ്രതികരണത്തിനിടയിൽ വരുന്ന ഓരോ കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. CPIM-ന്റെ ഇത് സംബന്ധിച്ചുള്ള നിലപാട്, കേരളത്തിലെ ഗവൺമെൻറ് നിലപാട് വളരെ സ്പഷ്ടമായ നിലപാടാണ്. കേരളത്തിൽ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ വളരെ ക്ലിയർ കട്ടായി പറഞ്ഞത് മാത്രമല്ല, സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞത് മാത്രമല്ല, 14 ജില്ലകളിലും മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്ത വളരെ വിപുലമായ റാലികൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ റാലികളിൽ, പൊതുവേദികളിൽ ഞങ്ങൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഒരാശയക്കുഴപ്പത്തിൻ്റെയും കാര്യമില്ലത്. സുപ്രീം കോടതി വിധിക്കെതിരായ യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ വരുന്ന യുദ്ധം എന്താ? ഇവിടെ വരുന്നത് സുപ്രീം കോടതിയുടെ വിധിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇവർ ആ സുപ്രീം കോടതി വിധിയെ മുദ്രാവാക്യം വിളിച്ച് തോൽപ്പിക്കാൻ നിൽക്കുകയാണ്. അത് ശരിയല്ല. നിങ്ങളങ്ങനെ മുദ്രാവാക്യം വിളിച്ച് തോൽപ്പിക്കുന്നത് ശരിയാണോ? കേരള ഹൈക്കോടതി വിധിക്കെതിരെ ഒരു കൂട്ടർ കുറെ കാലങ്ങൾക്ക് മുമ്പ് ഒരു സംഘടന അവിടെ ഒരു സമരം നടത്തി ഹൈക്കോടതിയുടെ മുമ്പിലേക്ക്. ശിവശങ്കർ പറഞ്ഞത് നല്ലതാണോ? കോൺഗ്രസ് പറഞ്ഞത് നല്ലതായിരുന്നോ? നിങ്ങൾ സുപ്രീം കോടതി പരമോന്നത നീതിപീഠം പറയുന്ന ഒരു വിധിക്കെതിരെ നിങ്ങൾ എന്തിനാണ് സമരം ചെയ്തത്? വർഷമായിട്ട് അത് നടപ്പിലാക്കി റഹീമേ. ഞാൻ ഒന്നിടപെടുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇപ്പോൾ ഒരു മിനിറ്റ് ശ്രീ റഹീം, ഞാൻ തിരിച്ചു വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ കാര്യത്തിൽ വളരെ ചുരുക്കി പറയേണ്ടതുണ്ട്. അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോഴാണ്. CPM-ന്റെ നിലപാടിൽ വ്യക്തതയുണ്ട്. അവർ വനിതകൾക്കൊപ്പമാണ്, സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കാൻ തന്നെയാണ്. കോടതി വിധി അങ്ങനെ ഉണ്ടെങ്കിൽ ആ അവകാശം സംരക്ഷിക്കണമെന്ന കാര്യത്തിൽ അവർക്ക് സംശയമില്ല. അവരുടെ ഒരു മന്ത്രിക്ക് സുപ്രീം കോടതി വിധിയോട് പ്രതികരിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലൊരു അവ്യക്തത വരുന്ന രീതിയിൽ പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നുണ്ട്. പാർട്ടിയും അവരെ തിരുത്തുന്ന കാര്യത്തിൽ ആ മന്ത്രി ഉൾപ്പെടെ പാർട്ടി പറഞ്ഞാൽ ആ തിരുത്തൽ ഞങ്ങൾ ഉൾക്കൊള്ളും എന്ന് പറഞ്ഞു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സ്ത്രീകളുടെ കാര്യത്തിൽ അവർക്ക് വ്യക്തതയുണ്ട്. കോടതി വിധിയുടെ കാര്യത്തിൽ ഒരു മന്ത്രി എന്താണ് പറയേണ്ടത്, ഒരു സർക്കാർ എന്ത് നിലപാടാണ് എടുക്കേണ്ടത് എന്ന കാര്യത്തിലും വ്യക്തതയുണ്ട്. ആ വ്യക്തതയിൽ നിങ്ങളല്ലേ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്? അല്ലേ, ഇവിടെ റഹീം പറഞ്ഞതിനകത്ത് ഇവിടെ അടിസ്ഥാനപരമായി ഞാൻ ചോദിച്ച ചില ആവശ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്. നിങ്ങൾ പറയുന്നു ശബരിമല വിധിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തുടങ്ങുന്ന ഒരു നവോത്ഥാന മൂവ്മെന്റാണ് ഈ വനിതാ മതിലെന്ന്. അവിടെ തന്നെയാണ് ഞങ്ങളുടെ ചോദ്യം. നിങ്ങൾ ഈ അന്ന് സ്വാഗത സംഘത്തിൽ പങ്കെടുത്ത കേരളത്തിലെ നിങ്ങൾ പറയുന്ന പ്രസ്ഥാനങ്ങൾക്കല്ലാതെ വേറെ ഏതെങ്കിലും സമുദായത്തിൽപ്പെട്ട ഒരു പ്രസ്ഥാനങ്ങൾക്കെങ്കിലും ഇതിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലകളിലെങ്കിലും നിങ്ങൾ നോട്ടീസ് നൽകിയിട്ടുണ്ടോ? ഒരു ജില്ലാ കമ്മിറ്റിക്ക്, നല്ലൊരു സ്റ്റേറ്റ് കമ്മിറ്റിക്ക് നിങ്ങൾ കൊടുത്തിട്ടില്ല. നിങ്ങളുടെ മുഖ്യമന്ത്രി മൈക്കിലൂടെ കോരം പറയുന്നുള്ളൂ അവരും പങ്കെടുക്കേണ്ടതാണ്, അവരും പങ്കെടുക്കട്ടെ എന്നൊക്കെ പറയുന്നതിനപ്പുറമായി രേഖാമൂലം അവരോട് ആവശ്യപ്പെടുകയോ അവരുടെ ഒരു മീറ്റിംഗ് വിളിക്കുകയോ ചെയ്തിട്ടില്ല. ഒന്ന്. രണ്ട്, ഈ മതിലുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിൽ പോലും ഇദ്ദേഹം പറയുന്ന ഒരു മന്ത്രി തിരുത്തി പറയുന്നു, ഞങ്ങൾ ഇപ്പോഴും പറയുന്നു ഒരു വിഭാഗത്തെ മാത്രം ചേർത്തുകൊണ്ട് നിങ്ങൾ സംഘടിപ്പിക്കുന്ന മതിലിനെ പറയേണ്ടത് ഹിന്ദു സമുദായത്തിലെ ഒരു വിഭാഗത്തെ മാത്രം പങ്കെടുപ്പിച്ച് നടത്തുന്ന പരിപാടിയെ പറയുന്നത് വർഗീയ മതിലെന്ന് തന്നെയാണ്. അത് ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു. ഞങ്ങളുടെ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല, വർഗീയ മതിൽ തന്നെയാണ്. പിന്നെ നിങ്ങൾ പൈസ ചെലവാക്കുന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും മുഖ്യമന്ത്രി ഇന്നും പറഞ്ഞിരിക്കുന്നത് വനിതാ ശിശുക്ഷേമ വകുപ്പിൽ നിന്ന് ഒരു പൈസയും ചെലവാക്കില്ലെന്നാണ്. ഇതിന് കൊടുത്ത പരസ്യങ്ങൾ നിങ്ങൾ എവിടുന്നാണ്? ഇന്നലെ പറഞ്ഞ അങ്ങനല്ല, സർക്കാരിന്റെ ഒരു പൈസ പോലും ചെലവാക്കില്ലെന്നാണ്. നിങ്ങളുടെ ചീഫ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവ് ഇന്നും നിലനിൽക്കുന്നു. ചെറിയ കറക്ഷൻ വരുത്തിയിട്ടുണ്ടെന്ന് ഒഴിച്ചാൽ നിങ്ങൾ കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് ഇപ്പോഴും നിലനിൽക്കുന്നു. നിങ്ങൾ കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് തെറ്റിപ്പോയി അല്ലെങ്കിൽ അത് ദുർവ്യാഖ്യാനം ചെയ്താണെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ തിരുത്തിയോ? തിരുത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഒരേ സമയം നിരവധികളായ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അവ്യക്തതകൾ രണ്ട് കാര്യത്തിലാണ് പ്രധാനമായിട്ട്. ഇനി ജ്യോതികുമാർ, സമയത്തിന്റെ പ്രശ്നം കൂടെയുണ്ട്. ശ്രീ റഹീം, അതായത് നോട്ടീസ് കൊടുത്തിട്ടില്ല, നിങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ഇവരെ മറ്റുള്ളവരെ വിളിച്ചത് എന്നുള്ളത്. രണ്ടാമത് പൈസയുടെ കാര്യത്തിൽ സർക്കാർ എന്ത് നിലപാട്? 1 രൂപയും സർക്കാർ ഇതിനു വേണ്ടിയിട്ട് സർക്കാർ ഫണ്ടിൽ നിന്നും ചെലവാക്കുകയില്ല എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആവശ്യമില്ല. ഇതെല്ലാം നടത്തി വളരെ ഭംഗിയായി നടത്തിയ പരിചയമുണ്ട്. ഇതിന്റെ പ്രചരണം നടത്തുക എന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പോളിസിയാണത്. ആ പോളിസിക്ക് വേണ്ടി പ്രചരണ പ്രവർത്തനങ്ങളിൽ സർക്കാർ പണം ചെലവഴിച്ചുകൂടാന്ന് പറയാൻ കഴിയില്ല. അതൊക്കെ ഉണ്ടാകും. പക്ഷേ എന്നതിനപ്പുറത്ത് ആളെ പങ്കെടുപ്പിക്കാതെ ഇത് മറ്റ് സംഘടനാ പ്രവർത്തനങ്ങളിലോ സർക്കാരിന്റെ പണം ഉപയോഗിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇത് നടത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ നിൽക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്. അവർക്കെല്ലാം ഇത് നടത്തി ഒരുപാട് പരിചയമുള്ളവരാണ്, നല്ല സംഘടന മികവ് പലപ്പോഴും പുലർത്തിയിട്ടുള്ളവരാണ്. അവർക്കതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ഒരു ആശങ്കയും ഇല്ല. അതായത് ശ്രീ ജ്യോതികുമാർ, ഈ ലക്ഷ്യവുമായി നിങ്ങൾ സമരം നടത്തിയാൽ നിങ്ങൾക്കും പൈസ കിട്ടും. അതല്ലാതെ എന്നോടാ പറഞ്ഞത്, ഞങ്ങൾ നിർബന്ധിത പിരിവ് നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു പരിപാടി നടത്താൻ ആഗ്രഹമില്ല. 95 വയസ്സ് കഴിഞ്ഞ പാവം സ്ത്രീകൾ, വൃദ്ധകൾ വന്നിരുന്ന് കാണിക്കുക ഞങ്ങൾക്ക് 1100 രൂപയാണ് കിട്ടുന്നത്. അതൊന്നും പറയരുതേ. നിങ്ങൾ നിങ്ങളുടെ ഒരു KPCCയുടെ ജനറൽ സെക്രട്ടറി, വളരെ പ്രമുഖരായ ഒരു നേതാവ്, ഒരു ഫ്ലക്സ് കടക്കാരനെ കയറി അടിച്ചത്.
നിങ്ങളുടെ ശലഭവേള എന്ന് പറഞ്ഞൊരു പരിപാടി വനിത പീഡിപ്പിച്ചിട്ട് പാർട്ടിക്കാരായി ആരാന്വേഷിച്ചത് നിങ്ങളുടെ പാർട്ടിയല്ലേ? അപ്പൊ വനിതാ പീഡനത്തെ കുറിച്ച് ഞങ്ങളുടെ അയാൾക്കെതിരെ നടപടി ഉണ്ടാകുന്നുണ്ടോ? പക്ഷേ ഈ പറയുന്ന നേതാവിനെതിരെ ഞാൻ ഇപ്പോഴും എഴുതി തന്നേക്കാം, ഒരു നടപടി എടുക്കാൻ പോകുന്നില്ല ഈ പാർട്ടി. ചരിത്രം പറയുവാൻ തയ്യാറുണ്ടോ? അതാണ് ചോദ്യം. മറുപടി അല്ല, ഒരു മിനിറ്റ്. ഇവിടെ കേരളത്തെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന നീക്കത്തിനെതിരെ കേരളത്തിൽ RSS ശ്രമിച്ചതിനാണ്. കേരളത്തിൽ RSS ശ്രമിച്ചത് ഇതിലൂടെ ഒരു വലിയ വർഗീയമായ ധ്രുവീകരണം. ഇവിടെ ഇപ്പോഴും അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഹിന്ദു അവിടെ ഈ പറയുന്ന മുഴുവൻ സംഘടനകളെയും ഒരുമിച്ച് ചേർത്ത് ഒരു ഹിന്ദു പോളറൈസേഷൻ, ആ ഹിന്ദു വർഗീയമായി മുതലെടുക്കാതിരിക്കാൻ വേണ്ടി അതിനേക്കാൾ തീവ്ര വർഗീയത തീവ്ര വർഗീയത കേരളത്തിൽ നിർത്താതെ ഞാൻ പറയട്ടെ. RSSന്റെ ലക്ഷ്യം ഇവിടെ ഒരു വലിയ ഇതിനെ മുൻനിർത്തി ഒരു ഹിന്ദു എന്ന വികാരത്തെ ഇളക്കിവിട്ട് ഒരാവശ്യവുമില്ല, ഭരണഘടന പറഞ്ഞതാണ്. അപ്പോ ഇതിന്റെ ചാമ്പ്യൻഷിപ്പ് നമ്മളാണെന്ന് പറഞ്ഞ് ഭയങ്കരമായൊരു അങ്ങനെ ഉണ്ടാക്കിയെടുക്കലാണ്. ആ പോളറൈസേഷൻ ആണ് ഉദ്ദേശിച്ചത്. അങ്ങനെ പോളറൈസേഷൻ എവിടെയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചോ അവിടെയെല്ലാം രാഷ്ട്രീയ മുതലെടുപ്പിന് RSS കഴിഞ്ഞിട്ടുണ്ട്. ആ പോളറൈസേഷന് വേണ്ടി RSS ശ്രമിച്ചപ്പോൾ ആ ഓട്ടത്തിൽ ഞങ്ങളും എന്നാ കൂടിയേക്കാമെന്നാണ് കോൺഗ്രസ് കരുതിയത്. ഇവിടെ വരുന്ന പ്രശ്നം ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നതാണ്. ആ വിഭാഗത്തിൽ BJP അഡ്രസ് ചെയ്ത ആളുകളെയാണ് ഈ ഗവൺമെന്റ് സമീപിക്കുന്നത്. ഗവൺമെന്റ് അവരോട് പറയുകയാണ് ഇത് തെറ്റാണ്, ഈ നാടിന്റെ ചരിത്രം ഇതല്ല, ഈ നാടിന്റെ പൈതൃകം ഇതല്ല. അത് അവർക്കിടയിൽ തന്നെ ഉയർന്നു വന്നു. അതാണ് KPMS ശക്തമായ നിലപാടെടുത്തത്, SNDP ശക്തമായ നിലപാടെടുത്തത്. വനിതാ മതിലിലൂടെ CPM പറയാൻ ശ്രമിക്കുന്നത്, മുഖ്യമന്ത്രി പറയാൻ ശ്രമിക്കുന്നത്, ഇന്നും ഇടതുപക്ഷം പറയാൻ ശ്രമിച്ചത് ഈ മതിൽ BJP ഉയർത്തിവിട്ട രാഷ്ട്രീയം, BJPയുടെ ആരെയാണോ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചത്, ഏത് സമുദായങ്ങളെയാണ് ലക്ഷ്യമിട്ടത്, അവരോട് കൃത്യമായി മറുപടി പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷം മുന്നോട്ട് പോകുമ്പോൾ അതിലെന്തിനാണ് കോൺഗ്രസ് കൂട്ടുനിൽക്കുന്നത്, അതിലെന്തിനാണ് BJPക്ക് ശക്തി പകരുന്ന ഒരു നിലപാട് കോൺഗ്രസ് എടുക്കുന്നത് എന്നത് തന്നെയാണ് ഇടതുപക്ഷം ചോദിക്കാൻ ശ്രമിക്കുന്നത്. അതിനുള്ള ഉത്തരമായി നാളെ വനിതാ മതിൽ ഉണ്ടാകും, പെൺ കേരളം ഉണരും എന്ന് തന്നെയാണ് ഇപ്പോഴും പറയാൻ ശ്രമിക്കുന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ റഹീം, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ ശിവശങ്കരൻ.